നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 1 തൊട്ട് മാനസന്ദ്ര 1-2 വാക്യൊന്ന് വായിക്കാം. ആമേൻ. നെഹമ്യാവ് 4:1-2. ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങെന്ന് അവർ കലി ജീപ്പിക്കുമോ? എന്നിങ്ങനെ എന്റെ സഹോദരന്മാര് ശമര്യ സൈന്യം കേൾക്ക് പറഞ്ഞു. അപ്പോഴ് കേൾക്കാവോ? ആമേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് മതിൽ പണിയുന്നു എന്ന്. മക്കളെ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഹല്ലേലൂയ. ശ്രീമാനാസം എന്തെങ്കിലും ആരെങ്കിലും കർത്താവിന് വേണ്ടി എന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പിശാച് എഴുന്നേക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് ഹല്ലേലൂയ, ദൈവമക്കൾ ഉറങ്ങുമ്പോൾ ശത്രു ഉറങ്ങും, ദൈവമക്കൾ ഉറങ്ങുമ്പോൾ പിശാച് ഉറങ്ങും, ദൈവമക്കൾ ഉണരുമ്പോൾ പിശാച് ഉണരും. ഹല്ലേലൂയ. അപ്പോഴ് ഇവിടെ പറയുന്ന മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അപ്പൊ നെഹമ്യാവിനെ ദൈവം ഉണർത്തി ഹല്ലേലൂയ, സ്തോത്രം, ദേശത്ത് കൊണ്ടുവന്നു മതിൽ പണിയാൻ തുടങ്ങുവാണ്. അപ്പൊ അത് ശത്രു കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. വെറുതെ കിടന്ന് ഉറങ്ങുന്നവരോട് പിശാചിന് ഒരു വണക്കവും ഇല്ല. വെറുതെ കിടന്ന് ഉറങ്ങുന്നവരോട് നമ്മുടെ TV കാണുന്നു, മൂവി കണ്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്ത് കുക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ അത് ബർത്ത്ഡേ ഘോഷിച്ച് കല്യാണം ഘോഷിച്ച് ഇങ്ങനെയെല്ലാം അത് ചെയ്യുന്നവരോടൊന്നും കർത്താവ് പിശാചിന് ഒരു വണക്കവും ഇല്ല. അല്ലെങ്കിൽ എന്നാൽ ആരെങ്കിലും ഒന്ന് ഊസിക്കാനിരിക്കാമെങ്കിൽ, ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാമെങ്കിൽ, ഒന്ന് ആത്മാവിൽ ആരാധിക്കാമെങ്കിൽ അല്ലെങ്കിൽ അവിടെ പിശാച് ഇളകാൻ തുടങ്ങും. അവിടെ അവൻ പൊങ്ങി വരും. ഒരാൾ സുവിശേഷം പറയാമെങ്കിൽ അവിടെ പിശാച് പൊങ്ങി വരും. അല്ലെങ്കിൽ ലോകമനുഷ്യർ ജീവിക്കുന്ന ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല, അവര് ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. അവൻ നമുക്ക് അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇണക്കി തരും. അല്ലെങ്കിൽ അത് കർത്താവിനോട് പറഞ്ഞു, ഈ ഭൂമിയിലുള്ളതെല്ലാം കൊണ്ട് നോക്ക്, മലമേലെ കൊണ്ടുപോയി നോക്കിച്ച് പറഞ്ഞിട്ടു ഹല്ലേലൂയ, ഈ ലോകത്തിലെ സകലവും എൻ്റെ കയ്യിലാണ്, അല്ലെ നീ എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി, നിനക്കതെല്ലാം ഞാൻ ഇപ്പൊ എഴുതി തന്നേക്കാന്ന്. അല്ലെങ്കിൽ ലോകം മുഴുവൻ എഴുതി തന്നേക്കാന്നാണ് പിശാച് കർത്താവിനോട് പറയുന്നത്. ഇതെല്ലാം എന്റെ പ്രോപ്പർട്ടിയാണ്, ഇതെല്ലാം ഞാൻ നിനക്ക് എഴുതി തന്നേക്കാന്ന്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ, നിന്റെ ഇറ്റ് ഈസ് റിട്ടൺ, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. ഹല്ലേലൂയ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോഴാ അവന് റിയൽ എസ്റ്റേറ്റിന്റെ ഉടമയാണ്. അപ്പോൾ ലോകം മുഴുവൻ ഞാൻ ഇപ്പൊ എഴുതി തന്നേക്കാം. നീ പൈസയും വേണ്ട, ഒന്നും വേണ്ട, എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി. ദൈവമക്കളെ, ഇതുപോലെയാണ് ഈ പിശാച്. അവനെ ഒന്ന് കുമ്പിടിക്കാൻ വേണ്ടി നടക്കുക, വേറൊന്നും അവന് വേണ്ട. അവന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. കുമ്പിടുന്നവർക്ക് എല്ലാം അവൻ കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവർക്കാണ് ഈ അധികാരം മുഴുവൻ, അതിന്റെ മഹത്വം നിനക്ക് തരാം. അതെങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു? എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും. സന്തന എന്റെ ബാങ്കിലെല്ലാം നിന്റെ ബാങ്കിലോട്ട് വരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിന് എനിക്ക് നിന്റെ ഒന്നും വേണ്ട, ഇതെല്ലാം അധികാരിയായ കർത്താവാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. കർത്താവിന് അത് അവനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത് അവനെ അറിയാം, പിശാചിനെ അറിയാം. അതുകൊണ്ടാണ് ഈ വെല്ലുവിളിക്കുന്നത്. അല്ലെങ്കിൽ യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്ന ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവത്തിനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. അപ്പൊ ഓർത്ത് വയ്ക്കുക, ആദ്യം അല്ലെങ്കിൽ സ്തോത്രം, ആദ്യം ലോകത്തിലെല്ലാം തരാന്ന് പറഞ്ഞു, പിന്നെ സഭയില് ചർച്ചിന്റെ മുകളിലാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ലോകത്തിന്റെ മഹത്വം എല്ലാം നിനക്ക് തരാന്ന് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, വേണ്ട, അല്ലെങ്കിൽ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. എന്നാല് പിശാച് കൊണ്ടുവന്ന് പിന്നെ എങ്ങോട്ടാ? പള്ളിയുടെ മുകളിലോട്ടാ. അല്ലെങ്കിൽ പിന്നെ അവൻ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവത്തിനെങ്കിൽ ഇവിടുന്ന് താഴോട്ട് ചാടുക, അല്ലെങ്കിൽ നീ മുകളിലോട്ട്, നിന്റെ പദവി തരാം, പൊസിഷൻ തരാം, അല്ലെങ്കിൽ സ്തോത്രം നിനക്ക് ഇവിടുത്തെ അല്ലെങ്കിൽ വലിയ ആളാകാം, അല്ലെങ്കിൽ ട്രസ്റ്റി ആകാം, അല്ലെങ്കിൽ സ്തോത്രം ഇങ്ങനെ ലീഡറാക്കാം, അല്ലെങ്കിൽ സ്തോത്രം ഹാലേലൂയ നീ ഇവിടുന്ന് ചാടിയാൽ മതി. നീ ഒന്ന് മിടുക്കനാണെന്ന് കാണിക്കും, നിനക്ക് രോഗസൗഖ്യം ഉണ്ടെന്നും, അല്ലെങ്കിൽ സ്തോത്രം നിനക്ക് പ്രവചിക്കാൻ അറിയാമെന്നും, അല്ലെങ്കിൽ സ്തോത്രം വെളിപ്പാടുണ്ടെന്നും ഒക്കെ ഒന്ന് കാണിക്കുക. അല്ലെങ്കിൽ സ്തോത്രം നീ ഒന്ന് ചാടി കാണിക്കുക. ഹല്ലേലൂയ. ഓ റവാന സമുദ്രം അവിടെയാണെങ്കിൽ നീ ദൈവപുത്രനെങ്കിൽ ഇവിടുന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാല് കല്ലിനോട് തട്ടാതാണ് അവർ നിന്റെ കൈകളിൽ ഹല്ലേലൂയ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുല്ലോ എന്ന് പറഞ്ഞു. യേശുവിനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോഴ് ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെത് നമുക്ക് വേണ്ട. ഓക്കെ, ഇനി വേണ്ടെങ്കിൽ ഞാൻ ചർച്ചിലേ തരാം, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനമാനവും അല്ലെങ്കിൽ എല്ലാം നിനക്ക് തരാം. യൂദാസിനെ പറ്റിച്ച് അതാണ്, ചർച്ചിലെ പണം എടുത്തോണ്ടാവും പോയെ. അല്ലെങ്കിൽ സ്തോത്രം ചർച്ചിനകത്ത് നിനക്ക് പൊസിഷൻ, അവിടെ നിനക്ക് കളിക്കാം, അല്ലെങ്കിൽ അവിടെ നിനക്ക് ഭയങ്കര പദവി തരാം. അല്ലെങ്കിൽ സ്തോത്രം നമ്മളൊക്കെ എങ്ങനെ വീഴിക്കാമെന്ന് പിശാച് ഇങ്ങനെ നോക്കി നടക്കുക. ആത്മീയരെ എങ്ങനെ വീഴിക്കാം, അനാത്മീയരെ എങ്ങനെ വീഴിക്കാം. അല്ലെങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞു അല്ലെങ്കിൽ ആഹാരം ഒത്തിരി വർഷം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ വീഴിക്കാം. അല്ലെങ്കിൽ സ്തോത്രം നല്ല ഫുഡ് കിട്ടും, നല്ല സന്തോഷം കിട്ടും, സമാധാനം, അല്ലെങ്കിൽ ഇന്നടുത്ത് പാർക്കാം, അല്ലെങ്കിൽ ഇന്ന ഭവനത്തേക്ക് പാർക്കാം, അല്ലെങ്കിൽ സ്തോത്രം നല്ല റിവാനാസത്തിലുള്ള
ലക്ഷറിയസ് ആയിട്ട് ജീവിക്കാം. നീ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? അല്ലെങ്കിൽ അസോത്രം അപ്പോൾ ഇങ്ങോട്ട് വാ റവാന, ഞാൻ മനുഷ്യർക്ക് എന്തിനാ പട്ടിണി കിടക്കുന്നത്, എന്തിനാ ഉപവസിക്കുന്നത്? അന്നയോട് ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ ഉപവസിക്കുന്നത്, നീ എന്തിനാ കന്നെ കരയുന്നത്, നീ എന്തിനാ പട്ടിണി കിടക്കുന്നത്? നമ്മളവർക്ക് ഭയങ്കര സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത്. അതേപോലെ പിശാച് ഉപവസിക്കുന്നവരെ ഉപവസിപ്പിക്കത്തില്ല, ആരാധിക്കുന്നവരെ ആരാധിപ്പിക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിപ്പിക്കത്തില്ല, വചനം വായിക്കുന്നവരെ വായിപ്പിക്കത്തില്ല. അതിനുള്ള പരിപാടിയൊക്കെ ഇണക്കി വെക്കും. അവരെ എല്ലാം ഇളക്കി വേറെ പരിപാടിയൊക്കെ ചെയ്യാൻ കൊണ്ടു. നീ ഇവിടെ കുക്ക് ചെയ്യുക, നീ ഇവിടെ ക്ലീൻ ചെയ്യും, നീ ഇവിടെ ഷോപ്പിംഗ് ചെയ്യുക, റവാന സമ്പര. അപ്പൊ ദൈവമക്കളെ നമ്മൾ ഓർത്തോണം, പ്രധാനപ്പെട്ട കാര്യം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. പ്രധാനപ്പെട്ടത് തന്നെ പ്രധാനമായിരിക്കണം. വാട്ട് ഈസ് യുവർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ്? അതിന് പ്രധാന സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. യേശു 40 ദിവസം ഉപവസിക്കുക. അത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ലൂക്കോസ് 4 ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസം അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശുവിനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അല്ലെങ്കിൽ അപ്പോഴ് പേഴ്സണലായിട്ട് നമ്മളെ ഭോജനപ്രിയരാക്കി മാറ്റും. മക്കളെ, ഈ വേദപുസ്തകത്തിൽ പലരും വീണത് ഫുഡ് കൊണ്ടാണ്. അല്ലെങ്കിൽ ആഹാരത്തിന്റെ വിഷയം കൊണ്ടാണ്. നമുക്കറിയാം, ഏതെങ്കിലും തോട്ടത്തിൽ ആദാമോവാൻ വീണത് ആഹാര വിഷയമാണ്. അല്ലെങ്കിൽ ഈ മരത്തിന്റെ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, നടുവിൽ നിൽക്കുന്ന നന്മതിന്മനെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞ് അവർ തിന്നു, അവിടെ വീണവര്. അല്ലെങ്കിൽ അസ്തോത്രം. ഏശാവിനെ നോക്ക്, അവനൊരു പായസം കുടിച്ച് അവിടെ വീണ്. അല്ലെങ്കിൽ അവന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കി ഏശാവ്. അല്ലെങ്കിൽ അസ്തോത്രം. ഇവിടെ റവാന അപ്പോഴേ അതിന് ആഹാരം കൊടുത്താണ് പലരെ വഞ്ചിക്കുന്നത്. അല്ലെങ്കിൽ സ്തോത്രം. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. നമ്മൾ ആഹാരത്തിൽ. എന്നാൽ നമുക്കറിയാം, റവാന സന്ദ്ര ആലയിൽ നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ നമ്മൾ ദാനിയേലും കൂട്ടരും അവർ ഉപവസിക്കാൻ തുടങ്ങി. അങ്ങനെ റവാന ആ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ സ്തോത്രം. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിർണയിച്ചു. അല്ലെങ്കിൽ സ്തോത്രം. അപ്പോഴ് പിന്നെ എന്താ കർത്താവ് അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. അപ്പൊ ഈ അന്ത്യകാലത്ത് നമ്മളെ എങ്ങനെയാ വഞ്ചിക്കുന്നത്? അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിപ്പിക്കും. അതൊരു കണിയായിട്ട് വരരുത്. നമ്മുടെ ആഹാരം നമുക്ക് കണിയായിട്ട് മാറരുത്. അല്ലെങ്കിൽ സ്തോത്രം. പിന്നെ പറഞ്ഞത് നമ്മുടെ യേശുവിനെയും വഞ്ചിക്കുന്നത് എങ്ങനെയാ? ആഹാരം തരാവുന്നു. നീ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കുന്ന? പിന്നെ അന്നയോട് അല്ലെങ്കിൽ ഭർത്താവ് കേൾക്കാനും ചോദിക്കുന്നത്, അന്നെ നീ എന്തിനാ പട്ടിണി കിടക്കുന്നത്? അല്ലെങ്കിൽ ഹന്നയ്ക്ക് അവനെ ഇരട്ടി കൊടുക്കും. എപ്പോഴും ആലയത്തിൽ പോയിട്ട് അവനെ ഇരട്ടി പങ്ക് കൊടുക്കും. പക്ഷെ അതിലൊന്നും ഹന്നയ്ക്ക് തൃപ്തിയില്ല. ഹന്നയ്ക്ക് പൈതലിനെ വേണം, ഹന്നയ്ക്കൊരു പൈതലിനെ വേണം. അല്ലെങ്കിൽ സ്തോത്രം. അപ്പൊ അവൾ ഉപവസിക്കാൻ തുടങ്ങി. അവള് പട്ടിണി കിടന്നു, അവൾ കരഞ്ഞു, അവൾ പ്രാർത്ഥിച്ചു. ദൈവം അവൾക്കൊരു അല്ലെങ്കിൽ പ്രവാചകനെ കൊടുത്തു. അപ്പൊ മക്കളെ, ആഹാരം കൊണ്ട് നമ്മളെ വഞ്ചിക്കരുത്. അമിത ഭക്ഷണം. അല്ലെങ്കിൽ ഇവരുടെ പാപം എന്തായിരുന്നു? സോദോം ഗൊമോറയുടെ ഗർവവും നിർഭയസ്വരവും തീൻപുളപ്പ്. അല്ലെങ്കിൽ സ്തോത്രം. തീൻപുളപ്പും ഗർവവും നിർഭയസൗര്യവുമായിരുന്നു. എസെക്കിയേലിന്റെ പ്രവചനത്തിലുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം. അപ്പം സോദോമിന്റെ പാപം, സോദോം ഗൊമോറയുടെ പാപം തീൻപുളപ്പായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് തീൻപുളപ്പ് ഉണ്ടാകരുത്. അല്ലെങ്കിൽ സ്തോത്രം. ആഹാരമൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ വേണ്ട ഓർമ്മ സമുദ്ര ഗർവവും നിർഭയസൗര്യവും തീൻപുളപ്പും അവര് ദരിദ്രനെ ഒന്നും സഹായിച്ചതുമില്ലെന്ന് എസെക്കിയേലിന്റെ അല്ലെങ്കിൽ പുസ്തകത്തിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ അപ്പൊ സോദോമിന്റെ പാപം ഗർവവും നിർഭയസൗര്യവും തീൻപുളപ്പും. അല്ലെങ്കിൽ സ്തോത്രം. ഈ തീൻപുളപ്പ് വരുമ്പോൾ പിന്നെ അതൊരു എന്തൊക്കെ ചെയ്യുന്നത് അവർക്ക് തന്നെ ില്ല. അതുകൊണ്ട് നമ്മൾ അമിത ഭക്ഷണം. ഇസ്രായേൽ ജനത്തിന് ദൈവം റേഷനാ കൊടുത്തത്. അല്ലെങ്കിൽ റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, കിടന്ന് ഉറങ്ങത്തില്ല. അല്ലെങ്കിൽ ഒത്തിരി തിന്നേച്ചും കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ സ്തോത്രം. അതുകൊണ്ട് ഗർവവും നിർഭയസൗര്യവും തീൻപുളപ്പും. അല്ലെങ്കിൽ സ്തോത്രം. അവര് എളിവിനെയും ദരിദ്രനെ അവര് സഹായിച്ചതുമില്ലെന്ന്. അല്ലെങ്കിൽ അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്തോത്രം അനുഭവം വരാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കണം. അപ്പോഴെന്താണ് കർത്താവിനോട് പറഞ്ഞു, നീ കല്ല് അപ്പമാക്ക് റവാന സമുദ്രം. അങ്ങനെയാണെങ്കിൽ റവാന സമുദ്രം നീ എന്തിനാ ഈ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. നമ്മളോർക്ക് ഇവര് നമ്മളെ സ്നേഹിക്കുന്നോണ്ടേ പറയുന്നത്. അതേപോലെ നമ്മൾ ഉപവസിക്കുന്ന അവന്റെ തലക്ക് അടിക്കുക. അല്ലെങ്കിൽ സ്തോത്രം. ഈ എസെക്കിയേൽ 16:49 ആ വാക്യം 49 എഴുതിയേക്കുന്നത്. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും അവൾക്ക് നിർഭയ സൗകര്യം അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവർ അഹങ്കാരികളായി എന്റെ മുമ്പിൽ മ്ലേച്ഛത ചെയ്തു. അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ ഇവരെ നീക്കിക്കളഞ്ഞു. അപ്പൊ മക്കളെ റവാന സമുദ്ര. അപ്പൊ യേശുവിനെ വഞ്ചിക്കാൻ അല്ലെങ്കിൽ ആഹാരം കൊണ്ട്. അപ്പം ലോകത്തിന്റെ സുഖം കൊണ്ട്, ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം. അല്ലെങ്കിൽ അപ്പൊ ലോകസുഖം, നമ്മുടെ ജഡത്തെ നമ്മളെ തന്നെ പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഹാരം. അല്ലെങ്കിൽ അതിന് നമ്മൾ ഉപവസിക്കണം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഉപവസിക്കണം. അല്ലെങ്കിൽ സ്തോത്രം. പിന്നെന്താ? യേശുവിനെ അവര് ലോകസ്നേഹം, ലോകത്തെ കാണിച്ചോണ്ട് കണ്ട, ലോകത്തിന്റെ സുഖം തരാം, ലോകത്തിന്റെ പദവി തരാം, ലോകത്തിലുള്ള എല്ലാം തരാം. ഇനി അതൊന്നും നമ്മൾ ആത്മീയരാ, ഓക്കെ, നമ്മൾ അല്ലെ വിശ്വാസികളാ, എന്നാ നിന്നെ ചർച്ചിലോട്ട് കൊണ്ടാ, ചർച്ചിന്റെ വലിയ മഹത്വം നിനക്ക് തരാം. നീ ഒന്ന് ചാടി കാണിച്ചാൽ മതി, എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും, എനിക്ക് അല്ലെങ്കിൽ സ്തോത്രം, എനിക്ക് ഇങ്ങനെ പല കൃപകളും കൃപാരങ്ങളും ഒക്കെ ഉണ്ട്.
ഈശാനെ ഒന്ന് ചാടിക്കാണിച്ചാൽ മതി, അല്ലെങ്കിൽ പിശാച് പറയും അപ്പൊ ചർച്ചിലെ വലിയ ആളാക്കി തരാമെന്ന്. ചർച്ചിലെ വലിയ ആളാക്കാം, ലോകത്തിലെ വലിയ ആളാക്കാം, അല്ലെങ്കിൽ അസ്വത്രം ഇനി നിന്നെ തന്നെ ഒന്ന് അല്ലെങ്കിൽ കൊഴുപ്പിക്കാം, നീ ഇങ്ങനെ പട്ടിണി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പല രീതിയിലാണ് പിശാച് വഞ്ചിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നെഹമ്യാരോട് കടന്നു വരാം. അവിടെ അല്ലെങ്കിൽ അസ്വത്രം ഇവിടെ നമ്മുടെ നെഹമ്യാ കൂട്ടരൊക്കെ മതിൽ പണിയുവാണ്. മതിൽ പണിയുമ്പോൾ അല്ലെങ്കിൽ മതിൽ പണിയുന്നു എന്ന് കേട്ടപ്പോൾ അവർക്ക് കോപവും രോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. അവർ പല പരിപാടി മക്കളെ നമ്മൾ ദൈവത്തിനോട് നിൽക്കുമ്പോൾ നമുക്കെതിരെ പല രീതിയിൽ ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യും. നീ ഒരു ദൈവഭക്തനാണെങ്കിൽ, ഒരു ദൈവഭക്തയാണെങ്കിൽ നിനക്കെതിരെ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും. എന്നാൽ ഒരു ഗുണമുണ്ട്, അവയെല്ലാറ്റിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കും. 100% ഡെലിവറൻസ് ആണ് നമുക്ക്. 100% വിജയമാണ്. 100% വിജയം. അല്ലെങ്കിൽ 100% വിജയം ആർക്കാ കിട്ടുന്നത്? ദൈവമക്കൾക്ക്. അല്ലെങ്കിൽ പറയാം നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. മറ്റൊരു എല്ലാം നമുക്ക് ഒത്തിരി അനർത്ഥമുണ്ട്, പ്രശ്നമുണ്ട്, കുത്തുവാക്കുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, വേദനയുണ്ട്, അല്ലെങ്കിൽ സ്വത്രം നിരാശ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് 100% വിക്ടറി ആണെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഈ ദുർബലന്മാർ അവർ ചോദിക്കുകയാണ്, അവർ നിന്ദിക്കുകയാണ്. ദൈവമക്കളെ നിന്ദിക്കും. അപ്പൊ ഒന്നാമത്തെ ടെസ്റ്റാണ് നിന്ന. അവർക്ക് ഭയങ്കര കോപിച്ചിട്ട് വന്ന് നമ്മളെ നിന്ദിക്കും. അല്ലെങ്കിൽ അത് വീട്ടിലാകാം, അത് ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം, സഭക്കാരാകാം, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളാകാം, അല്ലെങ്കിൽ കൂട്ടു ജോലിക്കാരാകാം. നിന്ന നമ്മളെ നിന്ദിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ ഉള്ള നിന്ന് നമുക്ക് ഭയങ്കര വേദന എടുക്കും. കാരണം അല്ലെങ്കിൽ അസ്വത്രം അവരുടെ കൂടെയല്ലേ നമ്മൾ പാർക്കണ്ടേ, അല്ലെങ്കിൽ അസ്വത്രം. അപ്പൊ ഇങ്ങനെ നിന്ന അതുകൊണ്ട് നമുക്ക് നിന്ന ഇത് നമുക്കുള്ളതാണ്. അതുകൊണ്ട് എഴുതി വെച്ചോ, ഇതെല്ലാം നമ്മുടെ അവകാശമാണ്, അല്ലെങ്കിൽ കഷ്ടം നമ്മുടെ അവകാശമാണ്, അല്ലെങ്കിൽ സ്തോത്രം. അപ്പൊ നിന്ന വരും. സമരം കോപിക്കുന്നു, മഹാരോഷം കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഇന്ന് നിന്ന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നത്, നിന്നെ നിന്ദിക്കുന്നാലും നിന്നെ എന്റെ മേൽ വീണിരിക്കുന്നു. നിന്നെ തുപ്പിയാൽ എവിടെയാ തുപ്പല് വീഴുന്നതെന്ന് അറിയാമോ? കർത്താവിന്റെ ദേഹത്താ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? അല്ലെങ്കിൽ കർത്താവിന്റെ ദേഹത്തായി തുപ്പല് വീഴുന്നത്, കർത്താവിന്റെ ദേഹത്തായി നിന്ന. നമ്മൾ നിന്ദിക്കുമ്പോൾ കർത്താവ് ഇത് പേഴ്സണലായിട്ട് ഏറ്റെടുക്കും. അല്ലെങ്കിൽ അയ്യോ എന്റെ കൊച്ചിനാണ് നിന്ദിച്ചത്, അത് ഞാൻ ഏറ്റെടുക്കും. കർത്താവ് ഇടയ്ക്കും നിൽക്കും. അല്ലെങ്കിൽ ഈ ഇസ്രായേലിലെ സൈന്യത്തിന് ഇടയ്ക്ക് നിൽക്കുന്ന ആരാന്നറിയാമോ? കർത്താവ്. അല്ലെങ്കിൽ അപ്പൊ അവര് പിടിക്കാൻ തുടങ്ങി. ഇസ്രായേലിനെ തൊടാൻ പറ്റത്തില്ല, കർത്താവിനെ പിടിക്കുന്നത്. അല്ലെങ്കിൽ അവര് ഇവനെ ഞാൻ പിടിക്കും, പിന്തലും കൊള്ള വാങ്ങിടും, അവരുടെ വാൾ ഊരും, അല്ലെങ്കിൽ എന്റെ കൈ അവരെ നിഗ്രഹിക്കും, എന്റെ ആശയര പൂർത്തിയാകും എന്നൊക്കെ ഈ പിശാച് പറയും. അല്ലെങ്കിൽ അവന്റെ പേരിനാ ഫറവോൻ പറയും. പക്ഷേ അല്ലെങ്കിൽ ഇത് ആരെയാ പിടിക്കുന്നതെന്നറിയാമോ? കർത്താവിനെയാ പിടിക്കുന്നത്. അല്ലെങ്കിൽ വാളൂരി വെട്ടാൻ തുടങ്ങുന്നത് ആരാന്നറിയാമോ? കർത്താവിനെയാ വെട്ടുന്നത്. കാരണം നമ്മുടെ ഇടയ്ക്ക് നിൽക്കുന്ന ആരാന്നറിയാമോ? കർത്താവാ. അല്ലെങ്കിൽ സ്വോത്രം നമുക്ക് തീയുടെ മണം പോലും അവർക്ക് ഏശിയില്ല. ദൈവമക്കൾ എന്താ? കർത്താവ് അവിടെ ഉണ്ട്, നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശയര പൂർത്തിയാകും, ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കയറെ നിഗ്രഹിക്ക് ശത്രു പറഞ്ഞു. നീ കാറ്റിനെ ഊതിച്ചു, കടലവരെ മൂടി ഉയ്യം പോലെ പെരുവെള്ളത്തെ താണു. ദേവന്മാര് നിനക്ക് തുല്യനാര്? വിശുദ്ധി മഹിമയുള്ളതിനെ സ്തുതികൾ ഭയങ്കരനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നിനക്ക് തുല്യനാര്? അപ്പൊ നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എന്റെ മേൽ വീണിരിക്കുന്നു. കർത്താവ് എന്താ പറഞ്ഞ? അവൻ രോഗം ശീലിച്ചവൻ, അവൻ മനുഷ്യൻ നിന്ദിക്കപ്പെട്ട്. എന്തിനാ? നമ്മുടെ നിന്ന അവൻ വഹിച്ചേക്കുക, നമ്മുടെ നിന്ന. അപ്പൊ നമുക്ക് നിന്നയുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ വെട്ടാൻ വരുമ്പോ ഈ വാളെല്ലാം ചളങ്ങി പോകും. അല്ലെങ്കിൽ കാരണം കർത്താവിനെ അവർ വെട്ടുന്നേ. ഹല്ലേലൂയ. അങ്ങനെ ഓർത്ത് വയ്ക്കേ. അവർ വല്ലതും പറയുന്നെങ്കിൽ കർത്താവിനെ അത് കൊള്ളുന്നേ. ഹല്ലേലൂയ. നിന്നെ അടിക്കുന്നെങ്കിൽ അത് കൊള്ളുന്ന കർത്താവിനാ. 99% കർത്താവിനെ കൊള്ളുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി ഇതിന് കാറ്റടിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും വേഷത്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ അവർ കുത്തുന്നത്, കർത്താവിനെ അവർ നിന്ദിക്കുന്നത്, കർത്താവിന്റെ മേലെ അവർ തുപ്പുന്നത്, കർത്താവിനെ ഞാൻ നിന്ദിക്കുന്നത്. ഇന്നൊന്നും ഓർത്ത് വയ്ക്കുക ദൈവമക്കളെ. നമ്മൾ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? യേശു കർത്താവ് നമ്മുടെ അടുത്ത് നിൽപ്പില്ലേ? അവനല്ലേ ഇതെല്ലാം എടുക്കുന്നത്. അവൻ വന്ന് നിന്ന മനുഷ്യൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്നതിനായിരുന്നു. നാം അവനെ ആദരിച്ചില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ രോഗം അവനെ എടുത്തെന്ന്. നമുക്ക് ഒരു രോഗത്തിന് ഇതിനൊന്നും ഒരു പിന്നെ ഇങ്ങനെ കർത്താവ് ഇത് എടുക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമുക്കൊരു ഇച്ചിരി ഇത് തരും. ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ കർത്താവ് ഓൾറെഡി ഇത് എടുത്തിട്ടുണ്ട്. നിന്റെ ക്യാൻസർ അതിനെ വഹിച്ചേക്കുക, നിന്റെ വയറിന്റെ പ്രയാസം, അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രയാസം, അല്ലെങ്കിൽ ബോൺ ഡിസീസ്, അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിന്റെ വേദന, അവരുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അല്ലെങ്കിൽ അസ്വത്രം നമുക്ക് ഈ ജോലി പേജ് നമുക്ക് പേജ് നിന്റെ പൈസ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ഇമെയിൽ ഇടും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇച്ചിരി തലവേദന, ഒരു ഇച്ചിരി വയറുവേദനയൊക്കെ വരുമ്പോൾ ഓർത്തോണം അവർ ചുമ്മാ ഇമെയിൽ ഇട്ടേക്കോ നിനക്ക് അവിടെ. അല്ലെങ്കിൽ നിന്റെ കാര്യം കർത്താവ് അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുണ്ടോ,
നിന്റെ കാര്യം കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടി നിനക്ക് ഇച്ചിരി തലവേന, ഇച്ചിരി പണിയും അല്ലെങ്കിൽ ഇച്ചിരി കോടൊക്കെ തരും. അത് പോക്ക് കർത്താവ് ഉള്ളിൽ ടേക്ക് കെയർ ചെയ്തെന്ന് നമ്മളെ അറിയിക്കുക. അല്ലേ റൊമാന? അല്ലെ പിന്നെ ദൈവമക്കളെ നമ്മൾ കൊല്ലാനാണെങ്കിൽ നമുക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്ന് വീണാൽ മതി. ഇതിനൊന്നും അധികമൊന്നും പ്രയാസമില്ല. നമ്മൾ മൂക്കി ശ്വാസമുള്ളൂ, ഒരു ശ്വാസമുള്ളൂ, അതിന് പോയാൽ മതി. ഒന്ന് വീണാൽ മതി. അല്ലെങ്കിൽ അസ്വത്രം, അല്ലെ ഒരു പനിക്കുള്ളൂ നമ്മൾ, അല്ലെങ്കിൽ അസ്വത്രം നമ്മളെ കൊന്നുകളയാൻ അധികം പ്രയാസമൊന്നുമില്ല. പക്ഷെ അതിനുവേണ്ടി അല്ലെന്നേ. അല്ലെങ്കിൽ അസ്വത്രം കർത്താവ് എടുത്തെന്ന് നമ്മളൊന്ന് അറിയിക്കാൻ വേണ്ടി. ഇന്ന് ആരെങ്കിലും ഇച്ചിരി കോടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി ചുമ, അത് കർത്താവ് ഓൾറെഡി അതിന്റെ 99.9 കർത്താവ് എടുത്തിട്ടുണ്ടെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി നമുക്ക് ആ ഇച്ചിരി വരും. അപ്പം നമ്മൾ ആ ദിവസത്തിൽ അങ്ങ് ആശ്രയിച്ചാൽ മതി. റമാന ബാക്കി അത് മുഴുവൻ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അല്ലേലിയ നാമോ നമ്മുടെ വേദനയല്ല അവൻ ചുമന്നെന്ന്. നമ്മുടെ വേദന അതാ പറഞ്ഞ ഈ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന വേദനപ്പെടത്തില്ലെന്ന് കർത്താവ്. എന്തുകൊണ്ടാണ് ഈ ദൈവമക്കളെ ഈ അപ്പസ്തലന്മാരും എല്ലാം ഇവർക്ക് ഭയങ്കര സന്തോഷം, അവർക്കൊന്ന് മാർട്ടിയേഴ്സായിട്ട് മരിക്കാൻ? കാരണം വേദന കർത്താവ് എടുത്തോളും. റമാന ഭാരം അവൻ ചുമന്നോളും. അതിൽ നമ്മളൊന്നും നിന്ന് കൊടുത്താൽ മതി. നമ്മളെ അടിക്കുന്നുണ്ട്, പക്ഷെ അടിയൊന്നും നമ്മൾക്ക് കൊള്ളത്തില്ല. തീക്കകത്തോട് പോകുന്നുണ്ട്, പക്ഷെ കൊള്ളത്തില്ല. വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്, പക്ഷെ നദി മുക്കത്തില്ല. നിങ്ങൾ നിന്ന് കൊടുത്താൽ മതി. ഇതിനകത്തൂടെ അങ്ങ് പോയാൽ മതി. ബാക്കി കർത്താവെല്ലാം ചെയ്തോളൂ. നമുക്ക് വേദനിക്കത്തില്ല. അവൻ അടിച്ചു, പക്ഷെ വേദനിക്കത്തില്ല. കർത്താവിടെ വേദന എടുത്തു. അതുകൊണ്ട് പേടിക്കണ്ട. രോഗം വരുമ്പോഴേ ഇവിടെ കിടന്ന് അല്ലെങ്കിൽ വിഷമിക്കില്ല. കാരണം കർത്താവ് നമ്മുടെ രോഗം വഹിച്ചു. അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തല്ല. ഇങ്ങനെ ഓടി അവിടെ എല്ലാം ഓടുക. അല്ലെങ്കിൽ അസ്വത്രം എന്താണ് സ്വത്രം, എനിക്ക് ഭയങ്കര വേദന, എനിക്ക് ഭയങ്കര പ്രയാസ. കർത്താവ് ഓൾറെഡി എടുത്തു. അങ്ങ് പറ കർത്താവ് എടുത്തെന്ന് പറയുമ്പോൾ ഈ പിശാച് ഓടിപ്പോകും. അവന്റെ വേദന കൊണ്ട് അവൻ ഓടിപ്പോകും. അല്ലെങ്കിൽ സ്തോത്രം നാമോ ദൈവം ശിക്ഷിച്ചു വിചാരിക്കുന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിന് ശിക്ഷ അവന്റെ മേലായി. ശിക്ഷയെ അവൻ എടുത്തെന്ന്. ഹല്ലേലൂയ. പാപത്തിന്റെ ശിക്ഷയെ അവൻ എടുത്തു. അവിടെ വേദനയെ എടുത്തു, അവിടെ രോഗം എടുത്തു, നമ്മുടെ നിന്നയെ എടുത്തു, നമ്മുടെ തുപ്പലും. ഹല്ലേലൂയ. നമ്മളെ നിന്ന് പിന്നെ എന്തുകൊണ്ടെന്നാ, പിന്നെ എന്നാ പ്രയാസാന്നായി പറയുന്നത്. അല്ലെങ്കിൽ സ്തോത്രം നമുക്ക് ഇത് വായിക്കുമ്പോൾ ലജ്ജ വന്നില്ലേ? കർത്താവ് ഓൾറെഡി നമ്മുടെ ഭാരവും വേദനയും രോഗവും ദുഃഖവും എല്ലാം എല്ലാം വഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുക. അല്ലെങ്കിൽ സ്തോത്രം പക്ഷേ ഈ പിശാചിനെ കാണുമ്പോൾ നമുക്ക് പേടിയാ. അല്ലെങ്കിൽ അയ്യോ ഏതാണ്ട് വരുന്നു. ഒന്നും പേടിക്കേണ്ട ദൈവമക്കളെ. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാനേ കർത്താവ്. നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ. റവാന മോശം എന്താ പറഞ്ഞേ? നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ഇന്ന് കാണുന്ന മിശ്രമം കാണത്തില്ല. ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ഈ പെരുവെള്ളം നിന്റെ മുഖത്തില്ല. ദൈവത്തിന്റെ വയതിലെ എന്താ ഈ പേടിക്കുന്നത്? നീ വരവ് കാണുമ്പോൾ ഇപ്പൊ നമ്മളെ മുക്കിക്കൊണ്ട് പോകുന്നത്. കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് ഇടയ്ക്ക് നിൽക്കുന്നവനാ. അവനാ നമുക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുന്നത്. കർത്താവ് ഇടയ്ക്ക് നിപ്പുണ്ട്. റവാന കൊന്തര. പക്ഷെ അവൻ അറിയത്തില്ല. ഇങ്ങനെ ഓടി വരുമ്പോൾ നമ്മൾ ഓർക്കും ഏതാണ് നമ്മളെ. പക്ഷെ ആദ്യം കർത്താവിനെ ഫേസ് ചെയ്യാൻ നമ്മുടെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രശ്നത്തിന്റെ നടുക്ക് നിൽക്കുന്ന കർത്താവാ. അല്ലെങ്കിൽ സ്തോത്രം അവൻ വാൾ ഊരിക്കൊണ്ട് വരുമ്പോൾ പക്ഷേ വെട്ടുകൊള്ളുന്ന കർത്താവിനാ. അല്ലെങ്കിൽ കർത്താവിനെ ആർക്കെങ്കിലും വെട്ടാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ന് വെക്കാനും ധൈര്യത്തോടെ ഇരിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഭാരപ്പെടേണ്ട എന്തോ വിഷയം ഉണ്ടെന്നായി പറയുന്നത്. എന്തോ വിഷയമാണ്. അവരെ തന്നെ എന്നെ അത് പറഞ്ഞെന്നോ ഇത് പറഞ്ഞെന്നോ ഹൂ കേഴ്സ്. അല്ലെങ്കിൽ അതെല്ലാം കർത്താവിനെയല്ലേ പറയുന്നത്. ആരെല്ലാം തുപ്പിയെന്നോ? കർത്താവിന്റെ വിധത്തിലല്ലേ തുപ്പല് വീണേ? സമുദ്രം അവര് നീ അടിച്ചെന്നോ? കർത്താവിനല്ലേ അടി കിട്ടിയേ? അല്ലെങ്കിൽ സ്വത്രം പിന്നെ ഭയങ്കര രോഗമാണെന്നോ? നമ്മൾ ഈ പറഞ്ഞ് പേടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ തലയിലോട്ട് വരും. അത് പേടിക്കില്ല. കർത്താവ് ഏറ്റെടുത്തെന്നൊക്കെ പറയണം. പിശാച് ഓടിപ്പോകും. നീ എന്തിനാ ഇതുകൊണ്ട് എന്റെ പറയാൻ വരുന്നത്? കർത്താവ് ഓൾറെഡി ഏറ്റെടുത്തോ? അല്ലെങ്കിൽ സ്വത്രം അവൻ രചിച്ച് ഓടിപ്പോകും. അല്ലെങ്കിൽ വചനം അറിയാത്തോണ്ട് നമ്മൾ നശിച്ചു പോകും, പ്രവാസത്തിലേക്ക് പോകും. വചനം അറിയത്തില്ല, പ്രവാസത്തിൽ പോകുന്നു. അല്ലെങ്കിൽ പ്രവാസം എന്ന് പറയുന്നത് എന്തുവാ? അല്ലെങ്കിൽ ബന്ധനം. അല്ലെങ്കിൽ ആ പ്രവാസം എന്ന് പറയുന്ന ബന്ധനം, നിരാശ, വിശ്വാസം, സംശയം, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, ഉപസിക്കാൻ തോന്നത്തില്ല, വചനം വായിക്കാൻ തോന്നത്തില്ല, ചർച്ച ചെന്നാൽ അല്ലെങ്കിൽ ഒരു ഉന്മേഷവും ഇല്ല, ആരാധിക്കുമ്പോൾ ചുമ്മാ അവിടെ പോയി ഇരുന്നിട്ട് പോരും, അല്ലെങ്കിൽ ഒരു ശക്തിയില്ല, ഒരു തീ എത്തുന്നില്ല. അല്ലെങ്കിൽ ആ സ്വത്രം അതാണ് പ്രവാസം. ദൈവജനം പ്രവാസത്തിൽ പോയപ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേലില് പ്രവാസത്തിൽ പോയപ്പോൾ അവർക്ക് അവിടെ, അല്ലെങ്കിൽ ബാബിലോണിൽ പോയപ്പോൾ അവിടെ ആരാധനയില്ല, അവിടെ പ്രവചന്മാരില്ല, അവിടെ അല്ലെങ്കിൽ പ്രാർത്ഥനയില്ല, അവിടെ സംഗീതം ഇല്ല. അല്ലെങ്കിൽ അവര് ഞങ്ങളോട് സംഗീതത്തെ ചോദിച്ചു. ഞങ്ങളുടെ അല്ലെങ്കിൽ കിന്നരങ്ങളെ അല്ലെങ്കിൽ വർഷങ്ങളെ തൂക്കിട്ടിരിക്കുക. അല്ലെങ്കിൽ ആ സ്വതന്ത്രം അപ്പം പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഉപവാസമില്ല, വചനധ്യാനമില്ല. അല്ലെങ്കിൽ ഇതാണ് പ്രവാസം. അല്ലെങ്കിൽ സഹോദരൻ. അപ്പം നമ്മുടെ ഈ പിശാചിന് ഇടം കൊടുക്കരുത്. എങ്ങനെ ഇടം കൊടുക്കും? നമ്മുടെ ചിന്താമണ്ഡലത്തിൽ. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുക. ഓരോന്ന് കാണുമ്പോൾ അങ്ങ് ഭയങ്കര ഭയമാണ്. ഭീതി, നിരാശ, ആവലാതി, അല്ലെങ്കിൽ പിറുപിറുപ്പ്. പിന്നെ എന്താ ചെയ്യണം? ആ പാടി നമ്മുടെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മളിങ്ങനെ പുറകോട്ട് ഓടുക. അല്ലെങ്കിൽ ഗോലിയാത്ത് വരുമ്പോൾ ഇതുങ്ങളുടെ അല്ലെങ്കിൽ സഹോദരൻ അവരുടെ ആ ശക്തി, ആരോഗ്യം എല്ലാം പോയിട്ട് അവർ പുറകോട്ട് ഓടുക, രാജാവ് ഉൾപ്പെടെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ വിഷയത്തിന്റെ മുമ്പിലോട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ആദിഭൂതി അല്ലെങ്കിൽ കയറിയിട്ട്
പേടിച്ചിട്ട് നമ്മൾ പുറകോട്ട് ഓടുക. നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, അവരുടെ അടുത്ത് പോകുന്നു, ഓട്ടു. കർത്താവ് പറഞ്ഞു അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് നമ്മുടെ ഭാരം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആത്മീയർക്കുള്ളതാണ്. ആത്മീയർക്കെതിരെ നിൽക്കും പിശാച്, അവർ നിന്ദിക്കും. അതാണ് നമ്മൾ നെഹമ്യാ 4:1 കണ്ട് മതിൽ പണിയുന്നു എന്ന് സൽബല്ലത്ത് കേട്ടപ്പോൾ ദൈവമക്കളെ ശത്രു ഇപ്പം എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് പിശാചിന്റെ ഒരു അറ്റാക്കും ഇല്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ ഒന്നും പണിയുന്നില്ല, അതാ അർത്ഥം. അല്ലെങ്കിൽ നീ പണിയാൻ തുടങ്ങിയ പിശാച് അവിടെ പോകുന്നു. ഒരു സ്ലീപ്പിംഗ് ചർച്ചാണ്, പിശാച് അവരുടെ കൂടെ കിടന്ന് ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ അസോത്രം ഒരു സ്ലീപ്പിംഗ് ക്രിസ്ത്യൻ ആണെങ്കിൽ നിന്റെ കൂടെ പിശാച് കയറി കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ അസോത്രം എന്നാലും നീ ഒന്ന് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, ഒന്ന് എഴുന്നേറ്റൊന്ന് ഉപവസിക്കാൻ തുടങ്ങിയ, ആരാധിക്കാൻ തുടങ്ങിയ, അവിടുന്ന് ഇവിടുന്ന് എല്ലാം നിനക്കിട്ട് കുത്തുവരും. അല്ലെങ്കിൽ അസോത്രം കുത്തുവരും, കുത്തുവാക്ക് വരും, റിവാനം നിന്നവരും പരിഹാസം വരും. അല്ലെങ്കിൽ നിന്നെ നിരാശപ്പെടുത്താനുള്ള പരിപാടിയൊക്കെ അവന് അല്ലെങ്കിൽ അതുകൊണ്ട് ഈ കർത്ത ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടുന്നു. കാരണം അല്ലെങ്കിൽ അസോത്രം റിവാനം ഈ സ്ലീപ്പിംഗ് ചർച്ചും സ്ലീപ്പിംഗ് അല്ല പീപ്പിളിനെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല. അപ്പൊ ഇവര് മതിൽ പണിയാൻ തുടങ്ങിയപ്പോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇവന്മാര് പൊങ്ങി വരാൻ തുടങ്ങി. തോബിയാവ്, സൽബല്ലത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ ഈ മണ്ണരയും അല്ലെങ്കിൽ ഇതുമൊക്കെ നമ്മുടെ പൊങ്ങി വരും എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ അസോത്രം എന്തായാലും നീ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്കെതിരെ പ്രശ്നം വരും. അല്ലെങ്കിൽ നീ ഉറങ്ങുന്ന ക്രിസ്ത്യാനി ആണെങ്കിൽ നിനക്കെതിരെ ഒരു വിഷയവും ഇല്ല. അവർക്ക് സന്തോഷം, പിശാചിന് സന്തോഷം, നമുക്ക് സന്തോഷം, ഒന്നും ഒരു കുഴപ്പമില്ല. ആരോടും സുവിശേഷം പറയണ്ട, ഒരു കുഴപ്പമില്ല. നീ എന്നെ ബാധറിയില്ല, ഞാൻ നിന്നെ ബാധറില്ല. അങ്ങനെ നമുക്ക് മുന്നോട്ട് പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ നീ ലോകം പോകുമ്പോൾ എല്ലാവരും പോയി എന്നോട് സുവിശേഷം അറിയിക്കാനാ പറഞ്ഞു. കേട്ടാലും കേൾക്കാഞ്ഞാലും പറയാനാ പറഞ്ഞു. അല്ലെങ്കിൽ അസയ്ക്കാനോ പറഞ്ഞു അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും പറ. നമ്മൾ പറയും നീ പറയണ്ട, എന്നോട് പറയണ്ട. അപ്പൊ നീ കേട്ടാലും കേൾക്കാഞ്ഞാലും അങ്ങ് പറ. എപ്പോഴാ ഇത് നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേ എറിയ 7-8 ഭാവിച്ചുകൊള്ളുക, അത് മടങ്ങി വരും. അല്ലെങ്കിൽ അത് മടങ്ങി വരും. മക്കളെ ഈ പറയുന്ന വചനം അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും പറയാന്. അല്ലെങ്കിൽ സ്വോത്രം ഇവാണ് നമുക്ക് അവരുടെ പെർമിഷൻ കിട്ടിയിട്ട് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ സ്വോത്രം അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല, അവർ കേട്ടിട്ട് അനുസരിക്കത്തില്ല. പക്ഷെ നീ പറയാനുള്ള പറഞ്ഞേരും. അല്ലെങ്കിൽ സ്വോത്രം അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയും, അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയ സമാനം 7-8 ഒക്കെ വിഭാഗിക്കുക. അവർക്ക് എല്ലാം കൊടുക്കുക. അല്ലെങ്കിൽ സ്വോത്രം കുറെ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് കിട്ടും, തിരിച്ചു വരും. ഒരു ഏകരിയെ 7-8 വായിച്ചോളുക. ഭൂമിയിൽ എന്താ അനർത്ഥം സംഭവിക്കുന്നത് അറിയുന്നില്ല. നാളെ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുമെന്ന് അറിയത്തില്ല. സുവിശേഷം കേൾക്കാൻ ഒരെണ്ണം നിന്ന് വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുക. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ അത് ഭൂമി പെയ്യും. അല്ലെങ്കിൽ ആ മേഘം വെള്ളം കൊണ്ട് ചിലരൊക്കെ കേൾക്കാൻ റെഡിയായിട്ട്, അല്ലെങ്കിൽ അവരുടെ മനുഷ്യർ റെഡിയായിട്ട് നിൽക്കുക. നീ പറയാത്ത ഒരു കുഴപ്പമുള്ളൂ. യോനയോട് പറഞ്ഞാൽ നീ പോയി പറ, അവർ റെഡിയാ. എന്തോ യോനയ്ക്ക് പോകാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ നമ്മളും പോയി പറഞ്ഞ ഉടനെ അവര് വേഗം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക. അത് ഭൂമി പെയ്യും. അവർ റെഡിയായിട്ടിരിക്കുക. ദേവസന്ധി കടന്നു വരാൻ. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണത് തന്നെ കിടക്കും. ചില വൃക്ഷങ്ങളൊക്കെ റെഡിയായിട്ട് നിൽക്കുക ജീവനം മറിഞ്ഞു വീഴാൻ വേണ്ടി. നമ്മൾ ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി, അവർ റെഡിയായിട്ട് ദേവസന്ധിയിലോട്ട് വരും. അല്ലെങ്കിൽ സ്വോത്രം കാറ്റിനെ വിചാരിക്കുന്ന വിതയ്ക്കില്ല, മേഘങ്ങളെ നോക്കുന്ന കൊയ്യുകയില്ല. കാറ്റിന്റെ ഗതി എങ്ങോട്ടൊന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായിരുന്നു എങ്ങനെയൊന്നും നീ അറിയാത്ത പോലെ സകലം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ പൈതൽ ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയത്തില്ലെന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ അവര് മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക, ഭൂമി പെയ്യും. അവർ റെഡിയായിട്ടിരിക്കുക അത് കേൾക്കാൻ വേണ്ടി. ദേവസത്തിലോട്ട് കടന്നു റെഡിയാകും. വൃക്ഷം റെഡിയായിട്ടിരിക്കുക മറിഞ്ഞു വീണാൻ. ഇനി അവനെ ഓടി പോകത്തില്ല, വീടെടുത്ത് തന്നെ അങ്ങ് കിടക്കും. അല്ലെങ്കിൽ നീ എന്നെ കൊണ്ടുപോയി അല്ലെങ്കിൽ എന്നിട്ട് ചർച്ചയ്ക്ക് കൊണ്ടുപോയി ഇവാനെ രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി ഇവാനെ പരിസരം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി ഒരു ഉരുപ്പടിയാക്കി മാറ്റുക. അല്ലെങ്കിൽ അസോത്രോ ഇവാനസന്തോ. ഇനി എന്നാലും നമ്മുടെ കുഴപ്പമാണ്. കാറ്റ്, അയ്യോ അവിടെ കാറ്റാ, ഇന്ന് കാറ്റാ, ഇന്ന് മഴയാ, ഇന്ന് മഞ്ഞ. അല്ലെങ്കിൽ ഞാനിങ്ങനെ അവരോട് പറയുന്നത്, ഞാനിങ്ങനെ അവിടെ പോണേ, അവരെന്നാ വിചാരിക്കും എന്ന് കർത്താവ്. നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരുന്ന നിന്നെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. കാറ്റിനെ വിചാരിച്ച എപ്പോഴും എക്സ്ക്യൂസ് വരും. പിശാച് അതിന് മിടുക്കനാ. ഒന്ന് മാറി അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒത്തിരി എക്സ്ക്യൂസ് വരും. പക്ഷെ നമുക്ക് ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്. അയ്യോ അവിടെ മഴയാ, ഇവിടെ മഞ്ഞ, അല്ലെങ്കിൽ അവരിങ്ങനെ പറയും ഇവരിങ്ങനെ പറയും എന്നാ ഒന്ന് തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഒന്ന് പൊക്കോളും. അല്ലെങ്കിൽ സ്വോത്രം സ്റ്റാർട്ടിങ് പ്രോബ്ലം, ഇഗ്നീഷൻ പ്രോബ്ലം കത്തത്തില്ല. അല്ലെങ്കിൽ സ്വോത്രം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് കാലങ്ങ് വെക്ക്. ഈ ചെങ്കടലിനകത്തോട്ട് കാലങ്ങ് വെക്ക്. അല്ലെങ്കിൽ സ്വോത്രം മോശം. അയ്യോ ഞാനിങ്ങനെ മുങ്ങിപ്പോവോ, കാല് വെച്ചാൽ മുങ്ങിപ്പോവോ, നാണക്കേടാകത്തില്ലേ വടി. അല്ലെങ്കിൽ ജോഷുവ പുരോഹിതന്മാരോട് പറഞ്ഞു, അല്ലെങ്കിൽ സ്വോത്രം പെട്ടെന്ന് ചുമന്ന പുരോഹിതന്മാരുടെ കാല് യോർദാന്റെ വക്കത്ത് മുങ്ങിക്കഴിഞ്ഞുമ്പോ റവാനെ പാപ്പ അവര് ചിന്തിക്കുക, അയ്യോ ഈ വെള്ളം ഞങ്ങൾ മനുഷ്യരല്ലേ, ഈ വെള്ളം ഞങ്ങളെ ഒഴിക്കോട്ട് പോകത്തില്ലേ, മുങ്ങിപ്പോകത്തില്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവങ്ങളെ ചാടി ഇറങ്ങിക്കോണം. അല്ലെങ്കിൽ ആ പ്രശ്നമൊന്നും നോക്കണ്ട, കാറ്റിനെ നോക്കി വിതയ്ക്കത്തില്ല, കാറ്റിനെ വിചാരിക്കുന്ന വിതയ്ക്കത്തില്ല.
മേഘങ്ങളെ നോക്കുന്ന കൊയ്യയില്ല, കാറ്റിന്റെ ഗതി. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ, ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ മനുഷ്യമായ ബുദ്ധിയിൽ ചിന്തിക്കും. ഇവിടെ കാറ്റ, ഇവിടെ മഴ, ഇവിടെ മഞ്ഞ, ഇവിടെ സിംഹമുണ്ട്, വഴി കേസരിയുണ്ട് എന്ന് പറഞ്ഞ് മടിയൻ അല്ലേലിയ തന്റെ കിടക്കെ ചുരുകയാണ്. അല്ലെങ്കിൽ കഥക് ചുഴിക്കുറ്റി അല്ലെ തിരിയുന്ന പോലെ മടിയൻ തന്റെ കിടക്കെ തിരിയുക. അല്ലെങ്കിൽ സ്വോത്രം ഓൾ ഡേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. അവന് വിശേഷം പറയണ്ട, അവന് പ്രാർത്ഥിക്കാൻ വേണ്ട, അവന് പുസ്തകം വേണ്ട, ആരാധിക്കാൻ. അതായത് അവന്റെ പേരാണ് മടിയൻ, അവന്റെ പേരാ മടിയൻ. അല്ലെങ്കിൽ സ്വോത്രം വേലയിൽ മടിയൻ മുടിയന്റെ സഹോദരൻ. ഹല്ലേലൂയ. അപ്പൊ വേലയും മടിയൻ മുടിയന്റെ സഹോദരൻ. നമ്മളൊന്നും പ്രാപിക്കത്തില്ല ഈ മടി പിടിച്ച് കിടന്നാൽ. അല്ലെങ്കിൽ സഹോദരൻ കർത്താവ് സെലക്ട് ചെയ്ത എല്ലാം നല്ല അധ്വാനികളെ. അല്ലെങ്കിൽ സഹോദരൻ പത്രോസ് മീൻ പിടിച്ചോണ്ട് നടക്കുമായിരുന്നു. അല്ലെങ്കിൽ സഹോദരൻ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹൻ അവരൊക്കെ നല്ല അധ്വാനശീലരാ. അല്ലെങ്കിൽ സഹോദരൻ അവർ ഉറങ്ങിക്കൊണ്ട് കിടന്നപ്പോഴല്ല വിളിച്ചത്, അവരെല്ലാം അധ്വാനിച്ചുകൊണ്ട് നടന്നപ്പോഴാണ്, കാട്ടത്തിപ്പഴം പറിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ആമോസിനെ വിളിച്ചത്. അല്ലെങ്കിൽ സഹോദരൻ നമ്മുടെ എലീശ വിളിച്ചത്. 12 ആളുടെ കൂടെ പൂട്ടിക്കൊണ്ട് നടന്ന 12ാമത്തേനോട് കൂടെ എലീശ എന്നെ പൂട്ടിക്കൊണ്ട് നടന്നപ്പോഴാണ് വിളിച്ചത്. അല്ലെങ്കിൽ സഹോദരൻ അതുകൊണ്ട് അതിന്റെ വേലയിൽ മടിയൻ മുടിയന്റെ സഹോദരൻ. അപ്പൊ ഇന്നലെ അല്ലേലിയ ഇനി പല അതുകൊണ്ട് നമുക്ക് എക്സ്ക്യൂസ് പറയുന്നവരെ ഒന്നും കർത്താവിന് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞ കാറ്റിനെ വിചാരിക്കുന്നവൻ ഇതൊക്കെയില്ല, മേഘങ്ങളെ നോക്കുന്ന കൊയ്യില്ല, പക്ഷെ കാറ്റിന്റെ ഗതിയെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. നീ അതിനെല്ലാം ഫ്ലാറ്റൊക്കെ പൊതിഞ്ഞു കെട്ടി ആ വീട്ടിലോട്ട് ചെല്ലും, നീ ഓർക്ക് അയ്യോ അവരെന്നെ 2 നേരം ചാടി വരും. പക്ഷെ നീ ചെല്ലുമ്പോ അവരെ കുഞ്ഞാടിനെ പോലെ ആക്കും. ആ സിംഹത്തെ ദൈവം കുഞ്ഞാടിനെ പോലെ ആക്കും. അവരൊന്നും പറയാൻ പറ്റത്തില്ല, അവിടെ വായ ദൈവം അടയ്ക്കും. അല്ലെങ്കിൽ സ്വോത്രം അവര് ഇസ്രായേൽ പുറപ്പെട്ട ഒരു നാ പോലും നാവനക്കിയില്ല. സ്വോത്രം അയ്യോ ഈ പറ്റിയെല്ലാം കൂടെ കുറച്ച് എന്നാ ചെയ്യും, അല്ലെങ്കിൽ ഭഗവാൻ ഇപ്പൊ എഴുന്നേറ്റ് വരും, ഞങ്ങളെല്ലാം കൊന്ന്. നോ ഇന്നതിന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ദൈവത്തിന് വല്ല നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കും. അതുകൊണ്ട് ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കണം. താവൻ ഞാൻ ഇന്നടുത്ത് പോവുക, ട്രാക്ട് കൊടുക്കാൻ, ഞാൻ ഇന്നരോട് സുശേഷം പറയാൻ പോവുക, റോമന അല്ലെ സൂപ്പർവൈസർ എന്നാ പറയും, അല്ലെ ജോലിക്കാരെന്നാ പറയും. നോ, ദൈവമക്കളെ നമുക്ക് സപ്പോർട്ട് ഉണ്ട്. കർത്താവ് പറഞ്ഞ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് അല്ലെങ്കിൽ പിതാവിന്റെ പുത്രനെ പരിശുദ്ധന്റെ നാമത്തെ സ്ഥാനപ്പെടുത്തി അവരോട് ഉപദേശിച്ചു അവരെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ, ഞാനോ ലോകാവസാനത്താളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പൊ പറയാം അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്. കാരണം അങ്ങ് പോയി ആ ഒരു ട്രാക്ട് കൊടുത്തൊന്നും പറയണമെന്നില്ല. കർത്താവ് ചെയ്യാനുള്ള ക്രിയ കർത്താവ് ചെയ്തോളൂ. കർത്താവ് ചെയ്യാനുള്ള കർത്താവ് ചെയ്യും. അത് കാറ്റിനെ വിചാരിക്കുന്നവൻ, നീ കാറ്റിനെ വിചാരിച്ചു കാറ്റിന്റെ ഗതി മാറ്റി തരും. ഇവിടെ ഭയങ്കര കൊടുങ്കാറ്റ് അന്ന് പറഞ്ഞ് പോയാലുണ്ടല്ലോ, പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ കാറ്റിന് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് കാറ്റ് നിർത്തിത്തരും. അല്ലെങ്കിൽ കാറ്റ് നിർത്തിത്തരും. പെരുവെള്ളം കുത്തി ഒഴുകി വരുന്നത് അല്ലെങ്കിൽ അസോത്രം മോശ കൈ നീട്ടിയപ്പോ ആ വെള്ളം അവിടെ നിന്നു. അല്ലെങ്കിൽ അസോത്രം അകത്ത് പുറത്തും അടുത്തും വലത്തും അതിലായിട്ട് നിന്നു, അവരവന് സപ്പോർട്ടായിട്ട് നിന്നു. അല്ലെങ്കിൽ അസോത്രം ചിലപ്പോൾ നിന്റെ നേരെ ചാടി വരുമെന്ന് ചീറി വരുമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ നിനക്ക് അനുകൂലമാക്കി തരും. അതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും കണ്ട് ഭയപ്പെടരുത്, ഇതൊന്നും കണ്ട് പുറകോട്ടോടരുത്, ഇതൊന്നും കണ്ട് അധൈര്യപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ വയതിലെ നിനക്ക് വേണ്ടി കർത്താൻ ഒരു വലിയ പദ്ധതി ഉണ്ട്. അല്ലെങ്കിൽ അസോത്രം നിന്റെ ഭൂമിയിലാക്കിയതിനൊരു ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ വെറുതെ കുറെ നാൾ ജീവിച്ച് അല്ലെങ്കിൽ കുറെ ചാക്ക് അരിയൊക്കെ തിന്ന് അല്ലെങ്കിൽ അസോത്രം ഒരു ദിവസം ചാകാമെന്ന് ചിന്തിച്ചിരിക്കേണ്ടത്. അതിൽ വലിയൊരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് കർത്താവ് നമ്മളെ ഭൂമിയിൽ അയച്ചത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞ് നടക്കാനല്ല. റോമാന സമുദ്ര അവസാനം കണക്ക് കൂട്ടുമ്പം അല്ലെങ്കിൽ ഒരു 0 ആയിട്ട് വരരുത്. നമ്മുടെ രിമാന സമുദ്ര അവൻ കണക്ക് തീർക്കുന്ന നാളിൽ, കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? അല്ലെങ്കിൽ അവൻ കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. എന്നെക്കൊണ്ട് ഞാൻ ഇത്രയും നാൾ ഭൂമി ജീവിച്ച എന്തെങ്കിലും ദൈവത്തിന് പ്രയോജനം ഉണ്ടായോ എന്ന് ചിന്തിക്കണം, ശോധന ചെയ്യണം. റമാൻ അത് മരിച്ചു കഴിഞ്ഞിട്ട് റുമാന ധനവാൻ നരകത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഇതൊക്കെ ചിന്ത വന്നേ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. സമയം ഉള്ളപ്പോൾ, ആരോഗ്യം ഉള്ളപ്പോൾ, ശ്വാസം ഉള്ളപ്പോൾ, മൂക്കി ശ്വാസം ഉള്ളപ്പോൾ, നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാം ചിന്തിക്കണം, എന്നെ കൊണ്ട് കർത്താവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അല്ലെങ്കിൽ അസോത്രം. അപ്പൊ ഇതും പഴി പറഞ്ഞ് അല്ലെങ്കിൽ അസോത്രം എല്ലാത്തിനെയും വിമാന കുറ്റവും പറഞ്ഞ് ആ എക്സ്ക്യൂസ് മാത്രം കണ്ടിരിക്കുന്നവരെ കൊണ്ട് കർത്താവിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കർത്താവ് നിന്റെ കാറ്റിന്റെ ഗതിയെ നിയന്ത്രിക്കും, ഭവനത്തിന്റെ ഗതിയെ കർത്താവ് നിയന്ത്രിക്കും, തലമുറയുടെ സ്വഭാവത്തെ കർത്താവ് നിയന്ത്രിക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവത്തെ, ഭാര്യയുടെ സ്വഭാവത്തെ കർത്താവ് നിയന്ത്രിക്കും. റവാന സമുദ്രം ഒരു അല്ലെങ്കിൽ സിംഹക്കൂട്ടിലാണ് ഹലേലിയ ഇവാന ദാനിയേൽ കിടന്നുറങ്ങിയത്. ദൈവത്തിന്റെ വയതിലെ അവൻ സിംഹമാണെന്ന് അറിഞ്ഞെങ്കിൽ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സിംഹക്കുഴിയിൽ എന്നെ ഇടുന്നെന്ന് ചിന്തിച്ച് രാത്രി മുഴുവൻ പയടിച്ച് കിടന്നെങ്കിൽ അല്ലെങ്കിൽ ആ സ്തോത്രം അവൻ അന്ന് പകലെല്ലാം ഈ 3 നേരം എടുത്ത് അവന് നേരെ കിളിവാതിൽ തുറന്നിട്ട് ആ പ്രാർത്ഥന നിർത്തിയില്ല. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പതിവ് പോലെ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. അവന് സിംഹമൊന്നും ഒരു വിഷയമല്ല. റമാന സൗന്ദര ഇന്ന് നമുക്ക് പലതും വിഷയമാണ്. ജീവന സമുദ്രം നിന്റെ ജീവിതത്തിലെ സ്വഭാവമുള്ള സിംഹത്തിന്റെ സ്വഭാവമുള്ളവരെ കുഞ്ഞാട് പോലെ ആക്കാൻ കർത്താവിന് കഴിയും. അല്ലെങ്കിൽ കാരണം നമ്മൾ സർവശക്തനായ ദൈവത്തെയാണ് സേവിക്കുന്നത്. അല്ലേലുയാ. റോമാന നീ പറയും, അയ്യോ എന്റെ ഭർത്താവിന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങൾ റോമാന ഇവരെല്ലാം സിംഹം പോലെ ചാടി വരും. ഇല്ല, ദൈവത്തിന് ഇതെല്ലാം പേടിയാ. ഇത് വേഷം കെട്ടിയ ദിവാന ചെന്നായ, വേഷം കെട്ടിയ ചെന്നായ. അവന് വേഷമുള്ളൂ റോമാന സൗന്ദര ഹാലേലി. അതുകൊണ്ട് അവൻ ചിലപ്പം നമ്മുടെയൊക്കെ അടുത്ത് വരുമ്പോ ഈ ഹാലേലി പിശാച് ചെടിമാരം അലറുന്ന സിംഹം പോലെ വേഷം കെട്ടും. അവന് സിംഹത്തിന്റെ ശക്തിയില്ല, അവന് സിംഹത്തിൻ്റെതായിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ നമ്മളെ പേടിപ്പിക്കും. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണ്ടോ. അപ്പൊ ഈ അലറിച്ച കേൾക്കുമ്പോ അല്ലെങ്കിൽ 90% അവന്റെ വായിക്കകത്ത് വീഴും. അല്ലെങ്കിൽ അസ്വസ്ഥ പേടിച്ചു. അല്ലെങ്കിൽ അസ്വസ്ഥ അതാ കർത്താവിനെ പേടിക്കരുത്. നിങ്ങൾ അവനെ പേടിക്കരുത്. ദിവാന സമുദ്ര ഹാലേലി. അപ്പോഴിവിടെ ദിവാന സമുദ്ര പ്രശ്നത്തെ നോക്കിയിരിക്കും. ഗർഭിണിയുടെ ഉദരത്തിൽ എങ്ങനെ അസ്ഥികൾ ഉരുവായെന്ന് നമുക്കറിയത്തില്ല. ഒരു ചെറിയ വിമാനസമുദ്ര സീഡ് അല്ലെങ്കിൽ അസ്വത്ര ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് പിന്നത്തേതിൽ അതിനെ പുരുഷനാക്കി, പിന്നത്തേതിൽ അതിനെ റവാന സമുദ്ര അതിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഉപയോഗിക്കുന്ന പോലെ ദൈവത്തിന്റെ പതിലെ ഒരു ചെറിയ വചനം ദിവാന ഈ ജനത്തിന്റെ അകത്തോട്ട് ചെന്നാൽ മതി. അത് ക്രിയ ചെയ്തോളും. അത് ചെയ്തോളും. റവാന നമ്മൾ മാറി എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അല്ലേലിയ. അപ്പൊ നെഹമ്യാ 4 പറയുന്നു, ഞങ്ങൾ മതിൽ പണിയുന്നു സൻബല്ലത്ത് കേട്ടപ്പോ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. അരെ ചിലരൊക്കെ കോപിക്കും. ഹല്ലേലൂയ, നിന്ദിക്കും. ഇനി പിന്നെ പറയാം. പിന്നെ അവർ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഈ ദുർബലന്മാരായ യഹൂദൻ. അപ്പൊ ഒന്നാമത്തേതാണ് അവർ കോപിക്കും, രണ്ടാമത്തെ പ്രശ്നമാണ് അവർ നിന്ദിക്കും. അല്ലെങ്കിൽ അസോത്രം മൂന്നാമത്തേത് അവർ വെല്ലുവിളിക്കും. അല്ലെങ്കിൽ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മളെ ഒരാൾ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നൊന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ ശക്തിയും പോകും. ഭർത്താവ് പറയാ, നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, നിന്നെ കൊണ്ട് ഒരു അല്ലെങ്കിൽ എനിക്ക് ഒരു കുക്ക് ചെയ്യാനും കൊള്ളത്തില്ല, കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ പിന്നെ ഒരു മാസം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അല്ലെ ദുഃഖിക്കാനുള്ള വിഷയമായി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നോക്കി, ഇവരെ ദുർബലന്മാരായ ഈ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അല്ല, ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ പറയാം നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, ദിവാനസമുദ്രം എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രയാസമാണ്, അവർക്ക് ദേഷ്യം വരും. എന്നാല് ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, വെല്ലുവിളിക്കകത്തൊന്നും ഒരു കാര്യമില്ല. ദൈവത്തിന്റെ വഴിയിലെ വെല്ലുവിളിയെ നമ്മൾ ചലഞ്ചിനെ നമ്മൾ പ്രൊമോഷനായിട്ട് എടുക്കണം. നമ്മളെ അനുഗ്രഹമായിട്ട് മാറ്റും ദൈവം. നിന്റെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ, നിന്നെ ആരെങ്കിലും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ഹരമാന സൗന്ദര പറയണം. ഹരമാന സമ്മേളനം നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. അവന്റെ ഇഷ്ടം നടക്കത്തില്ല, അവന്റെ വെല്ലുവിളി നടക്കത്തില്ല. ഹരമാന സൗന്ദര നമ്മുടെ ഏലിയാവിനെ അലേലിയ ഹരമാന സമുദ്ര നമ്മുടെ അലേലിയ പുള്ളിക്കാരത്തി എന്താ ചെസ്ബേൽ വെല്ലുവിളിച്ചു. അലേലിയ സ്വോത്രാണ്. അവളോർത്ത് വേറെ ഒന്നും ഭരിക്കുന്നില്ല, വേറെ ഒന്നും ഇവനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവൻ അവളുടെ അശരയുടെ 850 പ്രവാചകന്മാരെ തലേ ദിവസം കീശോൻ തോട്ടി വെച്ച് അലയിലെ അരിയെ വെച്ച് കൊന്നു വെട്ടിക്കൊന്നു. ഇവനെ കൊണ്ട് എനിക്ക് സഖി കെട്ടു, ഇവനെ ഒന്ന് ശരിയാക്കണമല്ല. പുള്ളിക്കാരി പ്രയോഗിച്ച പ്രയോഗം ഭയങ്കര ഒരു വാളാണ്. എന്താ, നിന്നെ ഞാൻ കൊല്ലുന്നു. എത്ര വയസ്സിലെ ആ ഏലിയാവ് ഇതുവരെ ചാകത്തിട്ടില്ല, ആ ഏലിയാവ് ഇതുവരെ മരിച്ചിട്ടില്ലെന്ന്. ഒരു മരണത്തിന്റെ അടക്കം അവന് കിട്ടിയിട്ടില്ല. അവൻ ഇന്നും ജീവനോടെ ഇരിക്കുക. അല്ലെങ്കിൽ ഏലിയാവിനെ ജീവനോടെ ദൈവം സംഘത്തിലേക്ക് എടുത്തു. എന്താണ് അപ്പൊ ആരെയെ വെല്ലുവിളിക്കുന്നത്? പിന്നെ ദൈവം ജീവനോടെ വെക്കുമെന്ന് ദൈവത്തിന് പദ്ധതിയുള്ളവരെ പിശാച് വെല്ലുവിളിക്കും. അല്ലെങ്കിൽ അസ്വത്രം നീ മരിക്കുമെന്ന്, നിന്നെ ഞാൻ കൊന്നു കളയുന്നു. ദൈവം ജീവനോടെ വെക്കാൻ ഇതുവരെ മരിക്കാത്ത ഏലിയാവിനെ അല്ലെങ്കിൽ ആ സ്വത്രം കൊല്ലാൻ ഇവർക്ക് പറ്റുമോ? അല്ലെങ്കിൽ ദൈവത്തിന് പദ്ധതി ഇതാണ്. അവരെ പിശാചിനറിയാം നീ ഒരിക്കലും മരിക്കത്തില്ലെന്ന്, പിശാചിനറിയാം നീ ഒരിക്കലും മരിക്കത്തില്ല, അതുകൊണ്ട് വെല്ലുവിളിക്കും. പക്ഷെ അതിനകത്ത് വീണു പോകരുത്. അല്ലെങ്കിൽ സ്വത്രം ഇവൻ അവർ പറഞ്ഞു, നാളെ ഈ സമയത്ത് മനസമുദ്ര ഏലിയാവിന്റെ അടുക്ക ദൂതനെ അയച്ച് നാളെ നേരത്തെ ഞാൻ നിന്റെ ജീവനെ അവരുടെ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണോ അധികം ചെയ്യട്ടെ. അല്ലെങ്കിൽ അപ്പൊ നിന്നെ ദൈവം നിന്നെ ജീവനോടെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ പറയും നിന്നെ ഞാൻ കൊന്നുകളയും. നമ്മൾ ഇതോട്ട് ആലയിൽ വിഷമിക്കരുത്. ആരെങ്കിലും വെല്ലുവിളിക്കും. ചിലർക്ക് ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കും. വെല്ലുവിളി അല്ലെങ്കിൽ അസ്വത്ര പ്രാണനെതിരെയാണ്. ഏലിയാവിന്റെ പ്രാണനെതിരെ ഇവിടെ വെല്ലുവിളി അല്ലെങ്കിൽ അസ്വത്ര. പക്ഷെ ദൈവം ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അവിടെ ദൈവം നിന്നെ എക്സലാക്കും. നിന്നെ അത് മനോഹരമായിട്ട് പണിയാൻ പോവുക. നിന്റെ കുടുംബജീവിതത്തിനെതിരെ വെല്ലുവിളിക്കും. നിന്റെ കുടുംബം തകർക്കുമെന്ന് വെല്ലുവിളിക്കും പിശാച്. പക്ഷെ പറയണം, ഞാൻ മരിക്കയില്ല, ഞാനും എന്റെ കുടുംബം യഹോവയെ സേവിക്കും. ജോഷ പറഞ്ഞ പോലെ പറയണം, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്റെ തലമുറയിൽ നിന്ന് അപ്പസ്തലന്മാര്, പാസ്റ്റേഴ്സ്, പ്രീച്ചേഴ്സ്, ടീച്ചേഴ്സ്, ഇവാഞ്ചലിസ്റ്റ്
ഇങ്ങനെ ഒരുപാട് പ്രോഫറ്റ്സ് ഇങ്ങനെ 540 മിനിസ്റ്റേഴ്സ് പൊങ്ങി വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബത്തെ വെല്ലുവിളിക്കുന്നേ. പിശാചിന് അറിയാം ഇവരെ നേരോടെ നടത്തി കഴിഞ്ഞാൽ അവന്റെ തലയ്ക്ക് കേടാന്ന്. അവന്റെ തലയ്ക്ക് കേട, ഇവന്റെ ഒരു തലമുറ ഇരുന്ന് അവന്റെ തലയ്ക്ക് കേടാന്നറിയാം. എന്തിനാ മോശ എണ്ണിച്ചപ്പോ എല്ലാത്തിനെയും കൊണ്ട് അല്ലെങ്കിൽ നീലനദി മുക്കിക്കളയുന്നേ? കാരണം ഇവൻ ജീവനോടെ ഇരുന്ന തലയ്ക്ക് കേടാ. അവൻ ജീവനോടെ ഇരുന്ന തലയ്ക്ക് കേടാ. ഇതിനകണ്ടെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തലയ്ക്ക് അറവാന്റെ തലയ്ക്ക് കേടാന്ന് അവനറിയാം. അതുകൊണ്ടാണ് ഇവൻ ഇതിനൊരു അവസരം കൊടുക്കരുത്, ഇവരെ എല്ലാത്തിനും മുക്കിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതിലും വലുതാ. ദൈവമക്കളെ, ഉന്നതന് മീതെ ഉന്നതന് അതിന് മീതെ അതിന് ജാഗരിക്കുന്നു. മനുഷ്യ ഒരു പരിപാടിയാണ്, അതിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതി നടന്നിരിക്കും. അല്ലെങ്കിൽ ആ സ്വോത്രം യോസഫ് പറഞ്ഞു, ഞാൻ മറിയ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഉപേക്ഷിക്കാൻ പോവാ. അല്ലെങ്കിൽ ആ സ്വോത്രം ഉപേക്ഷിക്കുക എന്നുള്ള തീരുമാനത്തോടെയാ പുള്ളി പോയി കിടക്കുന്നേ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടോ? രാത്രി ഒരു സ്വപ്നം കൊടുത്തു, ഇമാണ് യോസഫേ, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ ഉത്പാദിതമായിരിക്കുന്നു പരിശുദ്ധാത്മാ. മനുഷ്യന്റെ പ്രവർത്തിക്ക് മുമ്പേ പിശാചിന്റെ പ്രവർത്തിക്ക് മുമ്പേ ദൈവപ്രവർത്തി വെളിപ്പെട്ടിരിക്കും. അപ്പൊ പിന്നെ സമുദ്ര അവൻ പിന്നെ മറിയെ ചേർത്തുകൊണ്ടു. അപ്പൊ ദൈവത്തിന്റെ വയതിലെ ദൈവത്തിന്റെ പദ്ധതി പിശാചിന്റെ പദ്ധതിക്ക് മുമ്പേ ഉണ്ട്, മനുഷ്യന്റെ പ്രവർത്തി പദ്ധതിക്ക് മുമ്പേ ഉണ്ട്. സമുദ്ര ഹാലേലിയ. ഏലിയാവിന്റെ സമുദ്ര ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടി. ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ നിന്നെ ഓടിക്കും, പിശാചിന്റെ രഥത്തിന്റെ മുമ്പിൽ നിന്നെ ഓടിക്കും. സമുദ്ര അന്ധകാരത്തിന്റെ അന്ധകാര ശക്തി നിന്റെ ജീവിതത്തിനെതിരെ പൊങ്ങി വരുന്നതിന് മുമ്പേ ദൈവം നിന്നെ ജയം തരും, നിനക്ക് ജയം തരും. പരിപാടി ഒന്ന് ഓർത്ത് പേടിക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ നമ്മുടെ ലാബാൻ പറഞ്ഞു ഇവനെ വെറുതെ അയക്കുമെന്ന്. ഇവനെ വെറുതെ അയക്കാൻ വേണ്ടി അറിഞ്ഞ ലാബാന്റെ പദ്ധതി മുഴുവൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാലും ഓർമ്മ ദൈവം തന്നെ യാക്കോബിന് സ്വപ്നം കാണിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പുള്ളി മറുവൊക്കെ ഉള്ളത് യാക്കോബിന്റെ അവകാശമാണെന്ന് പറഞ്ഞെങ്കിൽ ദൈവം അതിനെല്ലാം അങ്ങ് വർദ്ധിപ്പിച്ചു. ദൈവത്തിന് വൈദ്യുതി നമ്മൾ എത്ര വലിയ ദൈവത്തെ സേവിക്കുന്നതെന്ന് അറിയാമോ? ആരവാടെ സ്വന്തം നിന്നെ തൊടാൻ ആർക്ക് പറ്റത്തില്ലെന്നാ, നിന്റെ സമ്പത്തിനെ തൊടാൻ ആർക്ക് പറ്റത്തില്ല, നിന്റെ ആരോഗ്യത്തെ തൊടാൻ ആർക്ക് പറ്റത്തില്ല, നിന്റെ തലമുറയെ തൊടാൻ ആർക്ക് പറ്റത്തില്ല, നിന്റെ കുടുംബജീവിതത്തെ തൊടാൻ ആർക്ക് പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്തിനാ കരയുന്നേ? എന്തിനാ ഈ കരയുന്നേ? അവരോട് പറഞ്ഞു ഇന്നെ നാളെ കൊന്നു കളയും. ഇപ്പൊ എന്ത് ഏലിയാവ് തിരുപ്പുണ്ട് രണ്ടുപേരെ ഉണ്ട്. ആലയില് മരിക്കാതെ എടുത്തിട്ടുള്ള ഒരാളായി മാറി ഏലിയാവ്. ഏലിയാവിന് ആനോക്ക് മരിക്കാതെ സ്വർഗത്തിപ്പുണ്ട്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏലിയാവിനെതിരെ ഭയങ്കര വെല്ലുവിളി. ദൈവത്തിന്റെ വൈദ്യുതി നിന്റെ ജീവനെതിരെ ഭയങ്കര വെല്ലുവിളിയാണ് ദൈവം നിന്നെ ജീവിപ്പിക്കുക. അതുകൊണ്ടാണ് പിശാചിന് നമ്മുടെ യോസഫിനെ അവർ പറഞ്ഞത് എന്റെ സ്വപ്നക്കാരൻ വരുന്നു. ഹല്ലേലൂയ, ഒരു ദുഷ്ടമുള്ള എന്നെ തിന്നത് പറയാം. അന്ന് ഓർത്ത് വായിക്കാൻ അവന്റെ സ്വപ്നം എന്താവുമെന്ന് കാണാന്ന്. അവന്റെ വെല്ലുവിളി എന്താ? അവന്റെ ശുശ്രൂഷക്കെതിരെയാ വെല്ലുവിളി. ഹല്ലേലൂയ. ആരാ വെല്ലുവിളിക്കുന്നത്? സ്വന്തം സഹോദരന്മാര്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനെതിരെ വെല്ലുവിളി ഉണ്ടെങ്കിൽ ഓർത്തോണം, ദൈവം നിന്നെ അവിടെ ഏറ്റവും മനോഹരമായിട്ട് പണിയാൻ പോവുക. അതുകൊണ്ട് ഈ പിശാചിനെ അറിയാതെ നിന്റെ ശുശ്രൂഷ കൊണ്ട് ഈ പിശാചിന്റെ തലയ്ക്ക് കേടാണെങ്കിൽ നിന്നെ ഭൂമി വെച്ചൊക്കെ സമ്മതിക്കത്തില്ല. പക്ഷേ അവർ കൊല്ലാൻ വേണ്ടി ഇട്ടത്. പക്ഷേ ആരും തന്നെ അവരുടെ മനസ്സ് മാറിയിട്ട് ഹല്ലേലൂയ, സ്തോത്രം, അവനെ വെളി കൊണ്ടുവന്ന ഹല്ലേലൂയ പറഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി കണ്ടോ ദൈവമക്കളെ? അപ്പുറത്തൂടെ യോസഫ് പോയി. ഇനി നീ സഹോദരന്മാരെ നിന്നെ നിന്ദിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ ഇത്രയും നേരം നിന്നെ അവര് അപ്പം തന്നെ വസ്ത്രം പറിച്ച് കീറിയിട്ട് നിന്നെ പൊട്ടക്കുഴി ഇട്ടു. അല്ലെങ്കിൽ സ്തോത്രം, ഇനി ഇവരെ കൊണ്ട് നിന്നെ നിന്ദിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കർത്താവ് വേറെ റൂട്ട് മാറ്റി യോസഫിനെ പറപ്പിച്ചു. നിന്നെ റൂട്ട് മാറ്റി പറപ്പിക്കും. നീ അവിടെ ഇരുന്ന് യുദ്ധം ചെയ്യണ്ട, ഇവിടെ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യണ്ട. അല്ലെങ്കിൽ സ്തോത്രം, നീ റൂട്ട് മാറ്റി, ദൈവം നിന്റെ റൂട്ട് മാറ്റി തരും. ആത്മാവ് നിന്റെ റൂട്ട് മാറ്റി തരും. സമുദ്രം നിന്നെ എടുത്തോണ്ട് പോകും. ഫിലിപ്പോസിന്റെ സമുദ്ര ആത്മാവ് എടുത്തോണ്ട് പോയതുപോലെ നിന്നെ ആത്മാവ് എടുത്തോണ്ട് പോകും. ഇനി നിന്റെ നിന്റെ സീസൺ ഉണ്ട്. എല്ലാവരും കൊത്താൻ ഒരു സീസൺ ഉണ്ട്, എല്ലാവരും കൊത്തിപ്പറിക്കാൻ ഒരു സീസൺ ഉണ്ട്. എന്നാൽ ആ സീസൺ കഴിയുമ്പോൾ നിന്നെ ആത്മാവ് എടുത്തോണ്ട് പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വൈദ്യുതി ഇന്ന് ഏത് സീസണിലാണ്? ഇന്ന് കഷ്ടത സഹിക്കാൻ ഒരു സീസൺ ഉണ്ട്. ആ സീസൺ കഴിയുമ്പോൾ ദൈവം പിന്നെ ആർക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് യേശു കർത്താവിനെ സമുദ്രം മുദ്രിക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും ക്രൂശിക്കാനും അല്ലെങ്കിൽ ആ സ്തോത്രം കൊല്ലാനും ഒക്കെ മുൾപ്പൊടി തറയ്ക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു സീസൺ ഉണ്ട്. ആ സീസൺ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് തൊടാൻ പറ്റത്തില്ല. കർത്താവ് എന്താ പറഞ്ഞത്? ഇത് ഇരുളിന്റെ നാഴികയാണ്. ഇന്ന് നീ ഇരുളിന്റെ നാഴികയിലാണ്. ഒരു പ്രഭാതം വരുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട. ദൈവസന്നിധി ഇരുന്ന് ആരാധിക്കണം ദൈവത്തെ. ഏതോ സീസണിലാന്നോർത്ത് സമുദ്ര അല്ലെങ്കിൽ ഒരു പുനർക്കാലത്തിന്റെ സീസൺ വരുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ. 3-ാം ദിവസം വരുന്നുണ്ട്. ഒരു 3-ാം ദിവസം 2 ദിവസങ്ങളില്ല. അല്ലെങ്കിൽ നീ കലവയിൽ ഇരുട്ട് കുഴിയിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം ഇരുട്ട് പിടിച്ച അനുഭവത്തിലായിരുന്നെങ്കിൽ നിന്നെ പൊക്കിയെടുത്ത സമുദ്ര 3-ാം ദിവസം ഒരു പുനർക്കാലത്തിന്റെ ദിവസത്തിന്റെ ജീവിതം
അപ്പൊ വെല്ലുവിളി ഓർത്ത് പേടിക്കണ്ട. വെല്ലുവിളി ഓർത്ത് പേടിയുന്നത് ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കും, നിന്റെ പ്രാണനെതിരെ വെല്ലുവിളിക്കും, നിന്റെ ഉടുപ്പിനെതിരെ വെല്ലുവിളിക്കും, അല്ലെങ്കിൽ നിന്റെ അരിമാനം, നിന്റെ ആഹാരത്തിനെതിരെ, നീ തിന്നുന്ന അരിമാന സ്വന്തം, അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഉടുപ്പ് വെല്ലുവിളി, അല്ലെങ്കിൽ അവന്റെ കൃപകൾക്കെതിരെ, അല്ലെങ്കിൽ ആ സ്വപ്നത്തിനെതിരെ വെല്ലുവിളി, അല്ലെങ്കിൽ ആ സ്വപ്നം. പിന്നെ നമുക്ക് ആരാധനയ്ക്കെതിരെ വെല്ലുവിളി, ആരാധിപ്പിക്കത്തില്ലെന്നും പറഞ്ഞുള്ള വെല്ലുവിളിയുണ്ട്. അതാണ് പറയാൻ പറഞ്ഞത്, ഈ ദൈവം ആരാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ അറിയത്തില്ല, ഞാൻ ഇവരെ വിട്ടയക്കത്തില്ലെന്ന്, അല്ലെങ്കിൽ ഞാൻ ദൈവം പറഞ്ഞത് നിന്നെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ദൈവത്തിന് വലിയ വെല്ലുവിളി, നിന്നെക്കെതിരെ ആരെങ്കിലും വെല്ലുവിളിക്കുന്ന ദൈവം കൈകാര്യം ചെയ്തോളും. അല്ലെങ്കിൽ ചിലർ പറയോ, നീ എവിടുന്ന് വന്നാ, നീ എവിടുന്ന് വന്നാ, അല്ലെങ്കിൽ നീ ഇവിടുത്തെ ഉള്ളവരുടെ പണം തിന്നാൻ വന്നാണോ, അല്ലെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ദൈവം അല്ലാതെ ആരാ നമ്മളിവിടെ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിന്നെ ഞാൻ ആരാധിക്കാൻ വിടത്തില്ല, നീ ആരാധിക്കുന്നത് കാണണം, പ്രാർത്ഥിക്കുന്നത് കാണണം, നീ സുവിശേഷം പറയുന്നത് കാണണം. അത് നല്ല കാര്യമാണ് ദൈവമക്കളെ. അവർ വെല്ലുവിളിക്കുന്നത് നന്മയ്ക്കാണ്. അല്ലെങ്കിൽ അപ്പം നമ്മുടെ ഉള്ളത്തിൽ ഒരു ചിന്ത വരും, ദൈവം എന്നെ വിടുവിക്കും, ഞാൻ അസംതൃപ്തി പ്രാർത്ഥിക്കും, എന്നാന്ന് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അസോത്രം എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ ഒന്ന് ഓടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടിയൊക്കെ അണക്കി വെച്ചേക്കുന്നത്. കാരണം ഈ വെല്ലുവിളി ഉണ്ടെങ്കിലേ വല്ലതും നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അസോത്രം പ്രാർത്ഥിക്കത്തുള്ളൂ. വെല്ലുവിളി ഉണ്ടെങ്കിലേ ഉപസിക്കത്തുള്ളൂ, വെല്ലുവിളി ഉണ്ടെങ്കിലേ ആരാധിക്കത്തുള്ളൂ. മോശ അല്ലെങ്കിൽ പുറപ്പാട് 5 പറയുകയാണ്, മോശ അഹ്റോന് പറഞ്ഞു, ഫറവോനോട് മരുഭൂമിയിലേക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്ന് പ്രകാരം ഇസ്രായേലിന്റെ ദൈവം യഹോവ കൽപ്പിക്കുന്നു. അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കോണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കണേൽ അവൻ ആര്? ദൈവത്തെ വെല്ലുവിളിക്കുക അവന്. ഞാൻ യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ വൈദ്യുതി റവാന സന്ദര, അല്ലെങ്കിൽ നിനക്കെതിരെ വെല്ലുവിളി കർത്താവിന്റെ മേല വീഴുന്നത്. ഈ വെല്ലുവിളി ദൈവത്തോടെ വെല്ലുവിളിക്കുന്നത്. അല്ലെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് നിനക്കെതിരെ ഒരു വെല്ലുവിളി വരുന്നുണ്ടെങ്കിൽ റവാന സന്ദര, നമ്മുടെ ആലേരിയ സഹോദരൻ ഗോലിയാത്ത് പറഞ്ഞു, ഇങ്ങോട്ട് വാ, നിങ്ങൾ ആരെങ്കിലും ഇസ്രായേൽ നിരകൾക്കെതിരെ അവൻ വെല്ലുവിളിക്കുക 40 ദിവസം, അല്ലെങ്കിൽ ഈ പാവങ്ങളെ ഓടിച്ച് പേടിച്ച് പുറകോട്ടോടുക. സഹോദരം, അവസാന നിമിഷത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവസാന നിമിഷത്തിൽ വേലിചാടി ഒരുത്തം വന്നു, അല്ലേലിയ സഹോദരൻ, അവൻ ഗോലിയാത്തിനെ കൊന്നു കളഞ്ഞു. ഒന്ന് ഓർത്തേക്ക്, അല്ലേലിയ നമ്മുടെ ശൗലിന്റെ റിക്രൂട്ട്മെന്റിലൊന്നും നമ്മുടെ ദാവീദില്ല. കാരണം അവർക്ക് തോന്നിയില്ല ഇവനെ എല്ലാത്തിനും കൊള്ളാമെന്ന്. അല്ലേലിയ സഹോദരൻ, അപ്പനും തോന്നിയില്ല, അമ്മയ്ക്കും തോന്നിയില്ല, സഹോദരന്മാർക്കും തോന്നിയില്ല, രാജാവിനും തോന്നിയില്ല ഇവനെ എന്തിനെങ്കിലും കൊള്ളാമെന്ന്. അല്ലേലിയ സഹോദരൻ റഹ്മാൻ അവസാന നിമിഷം സഹോദരന്മാർക്ക് ആഹാരം കൊണ്ട് എങ്ങനെയോ കയറി വന്ന ഒരുത്തൻ എന്റെ ഫ്രണ്ടിൽ ചെന്ന് ഉറവൻ ഇവനെ കൊന്ന എന്ത് കിട്ടും, ഇവനെ കൊന്ന എന്ത് കിട്ടും. റഹ്മാൻ സമുദ്രം അപ്പം സഹോദരൻ പറഞ്ഞു, നീ പോയി അവിടെ പോയി ആടിനെ നോക്കുക, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നത്? യുദ്ധം കാണാനല്ലേ, നിനക്കിവിടെ കയറാൻ പോലും യോഗ്യതയില്ല, നീ എന്തിനാ ഇവിടെ വന്നേക്കുന്നത്? റഹ്മാൻ യുദ്ധം കാണാനല്ലേ വന്നേ, പട കാണാനല്ലേ വന്നേ എന്നൊക്കെ പറഞ്ഞ് മൂത്തവൻ ഏലിയാബ് അവനെ ശാസിക്കുകയാണ്. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ മുന്നോട്ട് പോവുക. നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് ഈ പറഞ്ഞ നിന്റെ മുൻപിലൊന്ന് ചെന്നിട്ട് രാജാവിന്റെ അടുത്തൊന്ന് കാര്യമൊന്ന് പ്രസന്റ് ചെയ്താലല്ലേ നിനക്കൊരു പെർമിഷൻ കിട്ടത്തുള്ളൂ. അതിന് സമ്മതിക്കത്തില്ല. അതിന് സഹോദരൻ ഇടയ്ക്ക് നിൽക്കുക, അതിന് രുമാനെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാം നിന്നെ മുന്നോട്ട് വിടത്തില്ല. ഇങ്ങനെ കാരണം ഇവനിൽ കൂടെ ചില പണിയുണ്ടെന്ന് പിശാചിനറിയാം. അപ്പൊ വീട്ടിൽ തുടങ്ങും വിഷയം രുമാനെ സന്ദര ഹലിയ പിന്നത്തെ യുദ്ധക്കളത്തിൽ തുടങ്ങും വിഷയം. അല്ലെങ്കിൽ സ്വന്തം നീ എന്തിനാ എവിടെ വന്നതെന്ന് ചോദിക്കും. അതേപോലെ അവൻ ഇവർക്ക് ആഹാരം കൊടുക്കാൻ വന്നതാ. കണ്ടോ ദൈവമക്കളെ, അവസാന നിമിഷത്തിൽ നിന്നെ നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറന്നു തരും. അല്ലെങ്കിൽ സ്വോത്രം മിടുക്കന്മാരെല്ലാം മുമ്പിൽ പോയി നിപ്പുണ്ട്, പക്ഷെ ഒരു ഗുണവും ഇല്ല. അല്ലെങ്കിൽ സ്വോത്രം പക്ഷെ അഭിഷേകം പ്രാപിച്ച ദാവീദ് അല്ലെങ്കിൽ വിമാനസമുദ്രം എന്താണ്? അകാല പ്രജ പോലെ. ഇവിടെ പൗലോസ് പറയുന്ന പോലെ അകാല പ്രജ പോലെ. അല്ലെങ്കിൽ സ്വോത്രം അകാലത്തിൽ ജനിച്ചവൻ, ബാക്കിയുള്ളവരും വിമാനം ശരിക്കും ജനിച്ചത്, ഇവൻ അകാല പ്രജ. അല്ലെങ്കിൽ പ്രഭു പോലെ കർത്താവ് അവനെ വഴിയിൽ ഉന്തിയിട്ട് അല്ലെങ്കിൽ വെളിച്ചം കാണിച്ച് അവനെ അല്ലെങ്കിൽ കണ്ണീന്ന് ചെതുമ്പലൊക്കെ മാറ്റിക്കളഞ്ഞ് അവന് നല്ല കാഴ്ചയൊക്കെ കൊടുത്ത് റോമാന ഒരുക്കി നിർത്തിയേക്കുക ശൗലിനെ എന്ന് പറഞ്ഞ പോലെ ഇന്ന് നിന്റെ ജീവിതത്തിലും ദൈവത്തിന് ഭയങ്കര സമയം പോയെന്നൊന്നും ഓപ്പർച്യൂണിറ്റി നഷ്ടമായെന്നൊന്നും ചിന്തിക്കണ്ട. അല്ലെങ്കിൽ സഹോദരൻ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു പോയെന്നൊന്നും ചിന്തിക്കണ്ട. വിമാനം ദൈവം അങ്ങനെയല്ല നിന്നെ ഉപയോഗിക്കാൻ പോകുന്നത്, വേറെ രീതിയിലാണ്. നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നു വരുന്നുണ്ട്. എല്ലാ വഴി അടഞ്ഞെന്ന് തോന്നുന്ന സ്ഥാനത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വഴി തുറന്നു തരും. അങ്ങനെയാണ് ദാവീദ് യുദ്ധക്കളത്തിൽ വന്നത്. പക്ഷെ അവിടെ അങ്ങ് ഏറ്റെടുത്തോണം. അവിടെ അപ്പം പറയാ, മോനെ ചേട്ടന്മാർക്ക് കൊണ്ട് ആഹാരം കൊടുക്കുക, പാൽക്കട്ടിയും എണ്ണയൊക്കെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാലും അവൻ പറഞ്ഞു, നോ ഞാൻ കൊടുക്കത്തില്ല. നീയല്ല എന്നെ ആടിനെ നോക്കാൻ പറ്റും, ഞാൻ ആടിനെ തന്നെ നോക്കിക്കോളാം, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആർക്ക് പോയി? ദാവീദിന്റെ ഓപ്പർച്യൂണിറ്റി നഷ്ടമായേനെ. ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. റോമാന സന്ദരം നമ്മള് മനുഷ്യർ സാധാരണക്കാർക്ക് പ്രവർത്തിക്കുന്ന പോലെയല്ല നിന്റെ ഓപ്പർച്യൂണിറ്റി ഒരുങ്ങി വരുന്നത്. കർഷകരുടെ നടുവില്, പ്രയാസത്തിന്റെ നടുവില്, പ്രതികൂലത്തിന്റെ നടുവില് റോമാന ഇത്
ഇതെങ്ങനെയാ ഇതിങ്ങനെ വന്നതെന്ന് ചിന്തിക്കുമാറും നിനക്ക് വേണ്ടി ദൈവം സ്പെഷ്യൽ റൂട്ട് ഒരുക്കി തരും, അല്ലെങ്കിൽ ഇപ്പൊ ജോസഫിനെ ഇസ്മായിലിയർക്ക് വിട്ടപ്പോ അവൻ കിടന്ന് ഞാൻ പോകത്തില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ പോകാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവന്റെ ആ പദവി നഷ്ടമായേനെ. ദൈവത്തിന്റെ വഴികളെ നമ്മൾ അറിയുന്നില്ല. ദൈവത്തിന്റെ വഴികളെ അതാണ് ഗർഭിണികളുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് നമ്മൾ അറിയാത്തതുപോലെ, കാറ്റിന്റെ ഗതി എങ്ങനെയെന്ന് നമ്മൾ അറിയാത്തതുപോലെ ദൈവത്തിന്റെ വഴികളെ നമ്മൾ അറിയുന്നില്ല. പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോ അല്ലെങ്കിൽ ദൂതനെ അയക്കും. മറിയോട് പറഞ്ഞു, ഓ റമാനസുന്ദരം മറിയ, നീ ഗർഭം ധരിച്ചു മകനെ പ്രസവിക്കും. ദൈവത്തിലെ ആ 10 അല്ലെങ്കിൽ 400 വർഷം ഒരു അനക്കവും ഇല്ല. ആരവരെ ഇരുട്ടിലിരിക്കുക. മലാക്കിയുടെ പ്രവചനം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അനക്കവും ഇല്ല. അന്ധകാരം ഇങ്ങോന്ന് പറയുന്ന പോലെ ഇരിക്കുക. എന്നാൽ അപ്പോൾ റമാനസുന്ദരം ഹരിമാനസുന്ദരം മറിയുടെ അടുത്തോട്ട് ദൂതനെ അയച്ചിട്ട് പറയുക, അല്ലേലിയ സ്വോത്ര ഹരിമാനസുന്ദരം ഹാലേലിയ, അവള് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. റമാനസുന്ദരം അവനെ മദ്യവനായി തീരും അല്ലേലിയ എന്ന് പറഞ്ഞ് മറിയോട് പറഞ്ഞപ്പോ മറിയ അങ്ങ് സ്തംഭിച്ചു പോയി. അല്ലെ ഇതെന്താ ഞാൻ ഈ കേൾക്കുന്നേ, ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാ ദൈവം നിന്റെ അടുത്തോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാ. എന്നാലും ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കും. അല്ലെങ്കിൽ സഹോദരൻ ഇവിടെ പറയുന്നത് കൃപ ലഭിച്ചോളാൻ നിനക്ക് വന്ദനം, അല്ലെങ്കിൽ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവളെ വാക്ക് കേട്ട് ശ്രമിച്ചു. ഇത് എന്തോരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതനോട് മറിയ ഭയപ്പെടാൻ, നിനക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം, അവൻ വലിയവനാകും, അബ്ദന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം കൊടുക്കും. അല്ലെങ്കിൽ അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ദൈവമൊന്ന് ഓർത്തു നോക്കിയ ഒരു അമ്മ അല്ലെങ്കിൽ മറിയ കേൾക്കുക അത്. അല്ലെങ്കിൽ സ്വോത്രം റമാനസുന്ദര ഇരുണ്ട യുഗത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ റമാനസുന്ദര അവിടെ പിന്നെ ഒരു അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കാനില്ലാത്ത, അല്ലെങ്കിൽ സ്വോത്രം ആ ഇരുണ്ട യുഗത്തില്, അല്ലെങ്കിൽ സ്വോത്രം ഒരു മറിയ അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുക. എന്താണ് ഓരോമൻ അവിടെ ഓരോമൻ എന്റെ കർത്താവിന്റെ മാതാവായി തീരാൻ പോവാന്ന്. അല്ലെങ്കിൽ സ്വോത്രം. അപ്പൊ അവിടെ ദൂതനോട് ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അത്ത പറഞ്ഞു, അത്തിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നിന്നെ ഉത്ഭവം വർഷത്താത്മാവ് നിന്റെ മേൽ വരും, നിന്നെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിനെന്ന് വിളിക്കപ്പെടും. അപ്പൊ ദൈവത്തിന്റെ വഴികളെ നിന്റെ വഴികളല്ല, നമ്മുടെ വഴിയല്ല ദൈവത്തിന്റെ വഴി. നമ്മൾ ചിന്തിക്കുന്ന വഴിയല്ല നന്മ വരുന്നത്, വേറെ വഴി കൂടെ വരുന്നത്. ആരെ കൂടെയോ നന്മ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഓർമ്മമാന ശത്രു ഒരു ദാവീദ് അല്ലെങ്കിൽ അമാലേക്കിനെ പിടിക്കാൻ പോയപ്പോ അവർ കൊണ്ടുപോയതെല്ലാം അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പോയപ്പോ എവിടെ ആരവന് നന്മ വഴി പറഞ്ഞു കൊടുത്തേ? ആ വഴി വിമാനസമുദ്രം ക്ഷീണിച്ച് കിടന്ന അമാലേക്ക് അല്ലെങ്കിൽ ഒരു മിസ്രീമേ അവനെ 3 ദിവസമായിട്ട് പട്ടിണിയായിട്ട് വഴി കിടക്കുക. നമ്മൾ ഐ എം ടു ബിസി, ഈ കൊച്ചിനെ ആരും ഇവിടെ കടത്തേന്ന് പറഞ്ഞാൽ അവനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ വലിയ രാജാവാ എന്നും പറഞ്ഞങ്ങ് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ നന്മയുടെ വഴി വന്ന് എലിയാന്ന് കണ്ടോ? അല്ലെങ്കിൽ ആ നിലത്ത് കിടന്ന, അല്ലെങ്കിൽ ക്ഷീണിച്ച് കിടന്ന, ആഹാരം കഴിക്കാതെ 3 ദിവസമായിട്ട് കണ്ടോ? അവൻ പറയുകയാണ്, അല്ലെങ്കിൽ സ്വോത്രം ഈ മനുഷ്യനെ അവൻ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന്റെ 1 ശമൂവേൽ 30 കാണുന്നു. അല്ലെങ്കിൽ സ്വോത്രം അവർ വയലിൽ വെച്ച് ഒരു മിസ്രീമിനെ കണ്ടു. 11-ാം വാക്യം, ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവന് അപ്പം കൊടുത്തു, അവൻ തിന്നു, അവന് കുടിപ്പാൻ വെള്ളം കൊടുത്തു. അവർ അവനൊരു കഷ്ണം അത്തിയുടെയും 2 ഉണക്കമുന്തിരിക്കൊലയും കൊടുത്തു. തിന്നപ്പോൾ അവന് ഉയരി വീണു. 3 പകലും അവൻ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആള്, എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ, ഞാനൊരു മിസ്രീമ്യ ബാലൻ, ഒരു അമാലേക്കിന്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എന്റെ യജമാൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞങ്ങൾ ക്രേത്യയുടെ തെക്കേ നാട് യഹൂദിയ ദേശം കാലേബിന്റെ തെക്കേ ദിക്ക് ആക്രമിച്ചു. സിക്ലാഗ് ഞങ്ങൾ തീ വെച്ച് ചുട്ട് കളഞ്ഞു. ദാവീദ് അവനോട്, ആ പരിശുദ്ധ അടുക്കളയ്ക്ക് നീ വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ചതിന് അവൻ, നീ എന്നെ കൊല്ലുകയും എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യില്ലെന്ന് ദൈവനാമത്തെ എന്നോട് സത്യം ചെയ്താൽ ആ പരിശുദ്ധ അടുക്കളയ്ക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവമക്കളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന വഴി കൂടെ അല്ല നമ്മുടെ നന്മ വരുന്നത്. ഈ കൊച്ചിനെ അല്ലെങ്കിൽ അസ്തോത്രം ദാവീദ് ഇഗ്നോർ ചെയ്തിട്ട് അങ്ങ് പോയിരുന്നെങ്കിൽ, ഞാൻ രാജാവാണ്, ഞാൻ വലിയ യുദ്ധത്തിന് പോവുക അല്ലെങ്കിൽ അസ്തോത്രം എന്ന് പറഞ്ഞ് ഈ ഹാലേലി അവനക്കാരനെ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അസ്തോത്രം അവന്റെ നന്മ വഴത്തില്ലായിരുന്നു. കാരണം അവന്റെ വഴി, അവന്റെ യുദ്ധത്തിന്റെ വഴി ഇരിക്കുന്ന ഈ ഹാലേലി അവനക്കാരന്റെ കയ്യിലാണ്. അല്ലെങ്കിൽ അസ്തോത്രം അവന് അപ്പം കൊടുത്ത് വെള്ളം കൊടുത്തപ്പോൾ കൊച്ചു പറയാനുള്ള അല്ലെങ്കിൽ പറഞ്ഞു തരുക. അത് ഞങ്ങൾ അവിടെ ആക്രമിച്ച് സിക്ലാഗ് ഞങ്ങൾ തീ വെച്ചു വിട്ടു. ദാവീദ് കേൾക്കാനുള്ളതാണ് അല്ലെങ്കിൽ ദൈവം അവന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ അസ്തോത്രം നീ കേൾക്കാനുള്ളത് ചള്ളിക്കൂടെ പറഞ്ഞു തരും. ഓരോ സന്ദര
നമ്മുടെ ശൗല് അല്ലെങ്കിൽ കാളെ കഴുത അന്വേഷിച്ച് പോയി. ശാലീഷ ദേശത്ത് എത്രയും മലനാട്ടിലും എല്ലാം സഞ്ചരിച്ചു. അവസാനം വന്നപ്പോ ശമൂവേലിന്റെ മുമ്പിലോട്ട് വന്നു. അല്ലെങ്കിൽ നീ പരിവാര സൗന്ദര, നീ ദൈവത്തിന്റെ നിന്റെ വഴി, നിന്റെ നന്മയുടെ മുമ്പിലോട്ട് നീ വന്ന് നിൽക്കും. നീ നന്മയുടെ മുമ്പിലോട്ട് നീ വന്ന് നിൽക്കും. നീ ദൈവത്തെ സേവിച്ചാൽ അല്ലെങ്കിൽ അസോത്ര അപ്പോഴ് അല്ലെങ്കിൽ അസോത്ര ശമൂവേൽ പറയാണ്, 3 ദിവസം മുമ്പേ കാണാതെ പോയി കഴുതയെ കുറിച്ച് നീ പേടിക്കണ്ട. അല്ല, അതിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇസ്രായേൽ ഗ്രഹത്തിന്റെ ആഗ്രഹമൊക്കെ ആരുടെ മേലെ? നിന്റെ മേലും നിന്റെ പിതൃഭവനത്തിന്മേലും അല്ലയോ? ഹല്ലേലൂയ. ഊറവൻ എന്നിട്ട് ദൈവം അവനെ രാജാവായിട്ട് വാഴിച്ചു. അപ്പൊ ദൈവത്തിന്റെ പൈതൽ, നീ ദൈവത്തെ സേവിക്കുന്നവനെങ്കിൽ ഉറവാന സാന്തര, നീ ദൈവസന്നിധിയിലോട്ട് തന്നെ നിന്റെ കാലുകളെ ക്രമപ്പെടുത്തും. ഒരു രൂത്തിനെ നോക്കിയാല് അന്യജാതിക്കാരത്തി ഹാലയിലെ 10 സംവത്സരം 10 തലമുറ ആലയത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്തവൾ. അവരുടെ ജീവകാലം അവളെ നവമിയുടെ പുറകെ ഓടുക. അവൾക്ക് തന്നെ അറിയത്തില്ല ഞാൻ നവമിയുടെ പുറകെ ഓടുന്നതെന്ന്. ഓൺലൈനിൽ സമയത്ത് ഭർത്താവ് മരിച്ചു പോയി, അവർക്ക് തലമുറയില്ല. അല്ലെങ്കിൽ അപ്പനെ അമ്മയും വിട്ട് സ്വന്തം ദേശത്തെ വിട്ട് അമ്മായി അമ്മയുടെ പുറകെ ഓടുക. എങ്ങോട്ടാ? അന്യദേശത്തോട്ട്. അവൾ പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ഹല്ലേലൂയ. മരണത്താൽ അല്ലാതെ നമ്മളെ വേർപിരിയത്തില്ല. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ഭയങ്കര തീരുമാനമാണ് ദൈവമക്കളെ. നമ്മൾ അവർക്ക് ഇതൊക്കെ ചുമ്മാ പറയുന്നതാന്ന്. പക്ഷേ അവള് സൗന്ദര്യം നവോമി പലവട്ടം പറഞ്ഞു, നീ പൊക്കോ, തിരിച്ചു പൊക്കോ, നിനക്ക് നിന്റെ അപ്പനും അമ്മ ഇല്ലേ ഇവിടെ? ഇത് നിന്റെ ദേശമല്ലേ? നിന്റെ ഒരുപാട് ദേവന്മാരില്ലേ? നീ പോയി കല്യാണം കഴിച്ച് ജീവിക്ക. എനിക്കിനി വരാൻ, എനിക്ക് മക്കളില്ല നിങ്ങൾക്ക് തരാൻ. അത് കേട്ടപോലെ ഉറപ്പ ചുംബിച്ചു പിരിഞ്ഞു. അത് നമുക്കറിയാം, ഉറപ്പയുടെ കരച്ചിൽ വെറുതെ ആയിരുന്നെന്ന്. ഉറപ്പയും കരഞ്ഞു. അല്ലെങ്കിൽ അപ്പത്തിൽ ഇവിടെ പോവാന്ന് പറഞ്ഞപ്പം റിവാന ബത്ലഹേമിൽ ആഹാരം കിട്ടിയെന്ന് കേട്ടപ്പോ, അല്ലെങ്കിൽ നവോമി തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോ, അല്ലെങ്കിൽ ഉറപ്പയും ഇവ റൂത്തും കരഞ്ഞു. അല്ലെങ്കിൽ പക്ഷെ എല്ലാവരുടെയും കരച്ചിൽ നല്ല കരച്ചിലല്ല. അല്ലെങ്കിൽ അസോത്രം ഇവരെ ഉറപ്പയുടെ കള്ളക്കരച്ചിലായിരുന്നു. അല്ലെങ്കിൽ അസോത്രം ഇത് കേട്ടപ്പോ ഉറപ്പ ചുംബിച്ചു പിരിഞ്ഞു. അവള് പോയി, അവൾ അപ്പൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോയി. അല്ലെങ്കിൽ കാരണം റിവാറ ജീവിക്കണമല്ലോ. അല്ലെങ്കിൽ എന്നാ റൂത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല. അവളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ഞാൻ ഈ അമ്മായിമ്മയോടെ പോകും. ഹല്ലേലൂയ. അവളുടെ ദൈവം എന്റെ ദൈവം, അവളുടെ ഒരുപാട് ജനം എന്റെ ജനം. അല്ലെങ്കിൽ അസോത്രം ഞാൻ ഈ ശിവാന മദറിലോട്ട് പോകും. റോമാൻ ദൈവത്തിന് വല്ല നിധി കണ്ട പോലെ അവള് ദൈവത്തെ കണ്ടു. നിധി കണ്ടതുപോലെ റോമാൻ അവള് അന്യദേശം വിട്ട് ഓടി. അവള് നിധി കണ്ടതുപോലെ ഹല്ലേലൂയ. സ്വോത്രം അവള് സന്തോഷത്തോടെ സ്വന്തം ദേശം വിട്ട്, ഹല്ലേലൂയ, സ്വന്തം മാതാപിതാക്കളെ വിട്ട്, ശിവാന അന്യദൈവങ്ങളെ വിട്ട്, ഹല്ലേലൂയ, മരണത്തിന്റെ നാട്ടമുള്ള മോവാബ് വിട്ട് അവള് യെരൂശലേമിലേക്ക്, അവള് യഹൂദയിലേക്ക് പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്വന്തം അമ്മായികളോട് നടക്കുക. ഹല്ലേലൂയ. നമ്മുടെ നവോമിക്ക് ഹല്ലേലൂയ റോമാന 10 വർഷം അവള് പ്രവാസത്തിലായിരുന്നു. അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ശിവാന 3 ആമക്കളെ അല്ലെങ്കിൽ ഒരുപാട് 3 പുരുഷന്മാർ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. 3 പേര് നശിച്ചുപോയി, മരിച്ചുപോയി. ഹല്ലേലൂയ. ഇപ്പോൾ അവള് നിരാശപ്പെട്ട് അല്ലെങ്കിൽ അവൾ പറയുക, ഞാൻ ശിവാന നിറഞ്ഞവളായി പോയി, ഒഴിഞ്ഞവളായി തിരിച്ചു വരിക. അല്ലെങ്കിൽ അപ്പോൾ ഈ കൊച്ചിനെ കിട്ടി. ഹല്ലേലൂയ. രൂത്തിനെ കിട്ടി. ദൈവത്തിന് വലുതേ, നിനക്ക് അറിയത്തില്ല ഏത് വഴിക്കാണ് നന്മ വരുന്നത്. ഓരോമനോ ഒരു അന്യദേശക്കാരത്തെ ആ കൊച്ചിനെ അവൾക്ക് കിട്ടി. അല്ലെങ്കിൽ അവൾ ഈ രൂത്തിനെ കൊണ്ട് റഹ്മാന സമുദ്രം അവളെ തള്ളിക്കളഞ്ഞില്ല. രൂത്തിനെ കൊണ്ട് അവള് സ്വന്തം ദിവസത്തേക്ക് വന്നു. അവിടെ വന്നപ്പോ റഹ്മാൻ അവൾ പെറുക്കാൻ തുടങ്ങി. അതുപോലെ സമുദ്രം പെറുക്കി അമ്മായിമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അല്ലെങ്കിൽ ആ സ്വന്തം പിന്നെ 2 ചാപ്റ്റർ മുഴുവൻ രൂത്ത് അമ്മായിയമ്മയെ സഹായിക്കാണ്. റോമാന രൂത്ത് പെറുക്കാൻ പോയി. രൂത്ത് അമ്മായിമ്മയുടെ കൂടെ പോയി, അവൾ പെറുക്കാൻ പോയി. അല്ലെങ്കിൽ ആ സ്വന്തം അവള് ആരുടെ കഴി അവൻ അളന്ന് കിട്ടി. ഇവരെ ബോസിന്റെ വയലിലാണ് അവള് പെറുക്കാൻ. ദൈവത്തിന്റെ വയലിൽ നിന്റെ കാലുകളെ ദൈവം കൃപപ്പെടുത്തും. നിന്റെ കാലുകളെ നാളെ എവിടെയാ നീ പോണേന്ന് വിമാനത്ത് ദൈവം കൃപപ്പെടുത്തി തരും. ആരുടെ വയലില പെറുക്കാൻ പോണം, ദൈവം കൃപപ്പെടുത്തി തരും. ഈ കൊച്ചിന് ഇത് വല്ലതും അറിയാവോ? അല്ലെങ്കിൽ അവൾ അന്യദേശത്ത് വന്ന് റോമാന അവൾ പെറുക്കാൻ പോയി. ഭാഗ്യവശാൽ അവൾ ബോസിന്റെ വയലിൽ പെറുക്കി. നീ ദൈവത്തെ സേവിച്ചു നീ ഭാഗ്യവശാൽ റോമാന സമുദ്ര ബോഗസിന്റെ വയലിൽ പെറുക്കും. അല്ലെങ്കിൽ അവളവിടെ പെറുക്കി. റോമാന അവൾക്ക് ഫേവർ കിട്ടി. അല്ലെങ്കിൽ ബോസ് പറഞ്ഞു ഒരുമാന അവൾക്ക് വെള്ളം കൊടുത്തേക്കണം. അല്ലെങ്കിൽ ആ സ്വന്തം പുരുഷന്മാർ അവളെ ഒരുപാട് യവനക്കാരവളെ തുടരുതെന്ന് കൽപ്പിച്ചു. അല്ലെങ്കിൽ നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നിനക്ക് പ്രൊവിഷൻ ഉണ്ട്, നിനക്ക് അധികാരമുണ്ട്. എന്നിട്ട് ബോസ് പറഞ്ഞു ഇങ്ങോട്ട് വാ, റോമാനസ് ഇവിടെ വന്ന് ഭക്ഷണം ചാറ്റി മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവളെ കൂടെ ഇരുത്തി ആഹാരം കൊടുത്തു. അല്ലെങ്കിൽ എന്നിട്ട് ബോസ് പറഞ്ഞു റോമാനസ് ഇവിടെ ആരും ഇവിടെ ഉപദ്രവിക്കരുത്, അവൾക്ക് വേണ്ടിയത് പർപ്പസ്ഫുള്ളി നിങ്ങൾ വലിച്ചിട്ട് കൊടുത്താക്കണം. അല്ലെങ്കിൽ പെറുക്കി തുടങ്ങിയവൾക്ക് റോമാന സമുദ്രം ആദ്യം ദിവാന സമുദ്രം ഹലിന്റെ 2ാമത്തെ ദിവസമൊക്കെ 6 ഡങ്ങി അവ അളന്നു കിട്ടി. അല്ലെങ്കിൽ ആ സ്വത്രം കാരണം ദൈവത്തിന്റെ വഴി നീ പെറുക്കി തുടങ്ങിയ ദൈവം പിന്നെ നിനക്ക് തരും. ദൈവം നിനക്ക് തന്നെ പർപ്പസ്ഫുള്ളി തരും. നീ ഒന്ന് വചനം വായിക്കാൻ തുടങ്ങിയാൽ
അല്ലെങ്കിൽ ദൈവം തന്നെ വലിച്ചിട്ട് തരും. അല്ലെങ്കിൽ ആ സ്വത്രം ആ വചനത്തിന്റെ ആഴങ്ങളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും, വലിച്ചിട്ട് തരും. അല്ലെങ്കിൽ ആ സ്വത്രം കഴിഞ്ഞ ദിവസം ഇച്ചിരി ഉള്ളെങ്കിൽ അരിമാനം അടുത്ത ദിവസം കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ പിന്നത്തേതിന് അവൾ വയലിന്റെ ഉടമയായി. ഊറമന 3-ാം അധ്യായം വരുമ്പോൾ അല്ലെങ്കിൽ നവോമിയുടെ ചിന്ത മുഴുവൻ ഈ കൊച്ചിനെ കുറിച്ചാ. അല്ലെങ്കിൽ ഇവർക്ക് എനിക്കൊരു വിശ്രാമം ഒരുക്കണം, ഇവർക്ക് എനിക്കൊരു കണ്ടത് മക്കളെ ചിന്ത പോകുന്ന പോക്ക്. ആദ്യം പ്രഭാരം എങ്ങനെയെങ്കിലും അവർക്ക് റിവാനസമുദ്രം ഇവിടെ വന്നാൽ മതിയായിരുന്നു. ബദ്രഗമില് റിവാനസമുദ്രം ഇനി അല്ലെങ്കിൽ റിവാനസമുദ്രം 3-ാം അധ്യായം വന്നപ്പോൾ നവോമി ഇവളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ കൊച്ചിനൊരു വിശ്രാമം ഒരുക്കണം, ഇവൾക്കൊരു വിശ്രാമം ഒരുക്കണം. അങ്ങനെ നവോമി പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. നീ ദൈവത്തെ പ്രസാദിപ്പിച്ചതിന്റെ ജീവിതം തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ സ്വത്രം പരിശുദ്ധാത്മാവ് നിനക്ക് ആലോചന പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം, എവിടെ പോകണം. അല്ലെങ്കിൽ ആ സ്വത്രം അപ്പോഴും നവോമി ഇവളോട് പറയുക, നീ കുളിച്ച് ഹാലിന്റെ വസ്ത്രം മാറി തൈലം പൂശി കളത്തിൽ ചെല്ലുക. ബോബസ് എന്ന് കളത്തിൽ ഹാലിന്റെ വചനം ഹാലിയ സ്വത്രം ഗോതമ്പ് അല്ലെ ധാന്യം വേറ്റാൻ വരുന്നുണ്ട്. നീ ചെല്ലാൻ പറഞ്ഞു. നീ ചെന്നവന്റെ പുതപ്പ് പൊക്കി അവൻ കിടക്കുമ്പോൾ റിവാനസമുദ്രവന്റെ പുതപ്പിനടി കിടന്നോണം. റമാന ദൈവത്തിന്റെ വൈദ്യുതി അവിടെ വീണ്ടും പുകാരൻ ജീവിക്കുന്നു. റിവാനസമുദ്രം അവൻ ഒടുവിൽ പൊടിമേ നിൽക്കും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. നീ അവന്റെ പുതപ്പിനടി കടണം. റിവാനസമുദ്രവന്റെ വീണ്ടും പുകാരൻ റിവാനസമുദ്രം രാത്രിയിലെ ബോസ് റോമാനെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഒരു സ്ത്രീ തന്നെ കാൽക്കൽ കിടക്കുന്നു. അവൻ ചോദിച്ചു, ഇതാരാ, നീയാരാ? റിവാന, ഞാൻ രൂത്ത്, ഞാൻ നിന്റെ ദാസിയ രൂത്ത്. കർത്താവായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലോട്ട് വന്നാലുണ്ടല്ലോ നിന്നെ അവൻ നിന്നെ പിന്നെ വിടത്തില്ല, പിന്നെ നിന്നെ വിടത്തില്ല അവൻ. കർത്താവ് നിന്നെ വിടത്തില്ല. നവോമി പറഞ്ഞു, വിഷമിക്കേണ്ട മോളെ, ഈ കാര്യം എന്താണെന്ന് അറിയുമ്പോൾ അവന് സ്വസ്ഥതയില്ലെന്ന്. അവന് സ്വസ്ഥതയില്ല, ദൈവത്തിന് സ്വസ്ഥത കെടും. ദൈവത്തിന്റെ വഴിയിൽ നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുടങ്ങിയാല് നിന്നെ അനുഗ്രഹിക്കാതെ അവന് സ്വസ്ഥ ഇല്ല. അല്ലെങ്കിൽ സ്വത്രം അതുകൊണ്ടാണ് വിമാനസത്തിന് യഥാസ്ഥാനപ്പെടുത്തോളം അവന് സ്വസ്ഥത കിട്ടത്തില്ലെന്ന്, അവന് സ്വസ്ഥമായിരിക്കത്തില്ലെന്ന്. നീ ഒന്ന് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഊറവാനം നീ ചെയ്ത കാര്യങ്ങളുടെ ബോസ് ചോദിക്കാം, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ചെയ്ത കാര്യം, നീ എന്റെ സ്വന്തം ദേശം വിട്ട് എന്റെ ഭർത്താവ് മരിച്ച ശേഷം അല്ലെങ്കിൽ ആ സ്വന്തം ദേശത്തെ വിട്ട് മാതാപിതാക്കളെ വിട്ട് അല്ലെങ്കിൽ ആ സ്വത്രം നിന്റെ എല്ലാം വിട്ട് നീ അല്ലെങ്കിൽ നീ അമ്മായിമ്മയുടെ വന്ന വിവരം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഞാൻ ഇങ്ങനെ കേട്ടു. അല്ലെങ്കിൽ ആ സ്വത്രം അതുകൊണ്ട് നീ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറങ്കീഴ് വന്ന റിവാനസമുദ്രം നിന്റെ അല്ലെങ്കിൽ നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറങ്കീഴ് ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അല്ലെങ്കിൽ ദൈവത്തിന്റെ വൈദ്യുതിയിലെ റിവാനസമുദ്രം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, കർത്താവ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് നീ നന്മയിലോട്ടാണോ തിന്മയിലോട്ടാണോ പോകുന്നതെന്ന് നമ്മുടെ ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. ഹല്ലേലൂയ. റിവാനസമുദ്രം അപ്പോഴവസാനം നവോമി പറഞ്ഞു, അല്ലെങ്കിൽ ആ സ്വത്രം നീ ഈ കർത്താവിന്റെ പുതപ്പിനടി കിടന്നാൽ, ഈ കർത്താവിന്റെ ചിറകിനടിയിൽ ഇരുന്നാൽ, ഈ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ ദൈവത്തിന്റെ വചനം നിനക്ക് തിന്മയുള്ള നന്മ തന്നെ ഭവിക്കും. നിനക്ക് തിന്മയുള്ള നന്മ തന്നെ ഭവിക്കും. ഓരോന്നിന്നവൻ വാലന്റെ തലയാക്കും. റിവാനസമുദ്രം നീ ഹല്ലേലൂയ മുന്നോട്ടോടും, നീ പുറകോട്ട് ഓടത്തില്ല. ശിവനെ ഉയർത്ത് തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കില്ല. ഒരു വഴിയെ വരുന്ന ശത്രു 7 വഴിയെ പിരിഞ്ഞു പോകും. റിവാനസമുദ്രം ഇന്ന് എന്ത് വേണം? അവന്റെ റിവാനസമുദ്രം ഹെവൻലി പ്ലേസ്, സ്വർഗ സ്ഥലങ്ങളിൽ അവൻ നമ്മെ ഇരുത്തിയിരിക്കുന്നത്. നീ സ്വർഗത്തിൽ ചെല്ലണ്ട, സ്വർഗസ്ഥലത്ത് ഇരിക്കാൻ. ഈ ഭൂമിയിൽ ഉള്ളപ്പോ തന്നെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവിനെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് രൂത്ത് പറഞ്ഞു, ഊറവന ഞാൻ നിന്റെ ദാസി, ഞാൻ നിന്റെ ദാസി. രൂത്ത് 3:5 പറയാ, 3:9 പറയാ. ദിവാന ചവരപ്പുഷി ഹാലിലെ ബോബസ് ഞെട്ടിത്തിരിഞ്ഞ് ചോദിച്ചു. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞ് തന്റെ കാൽക്കിലോ സ്ത്രീ കിടക്കുന്നുണ്ട്, നീ ആരെന്ന് അവന് ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പടിന്റെ മേൽ ഇടണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കാൻ ആദ്യത്തിൽ അധികം ഒടുവിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പം അല്ലെങ്കിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് അവൾ എന്റെ മകളെ, ഈ കാര്യം എന്താണെന്ന് അറിയുവോളോ, നീ അനങ്ങാതിരിക്കാം. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല. ദൈവം ബോവസിന്റെ സ്വസ്ഥത എടുത്തു കളഞ്ഞു. വെല്ലം ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കറിയാം ചില കാര്യമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വസ്ഥത കിട്ടും. എന്തിനാ അതൊന്ന് ചെയ്ത് തീർക്കുന്നിടം വരെ നമ്മൾ സ്വസ്ഥത കിട്ടും. ഹല്ലേലൂയ. ചില കാര്യം ഒന്ന് ചെയ്ത് തീർക്കുന്നിടം വരെ നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല. പറഞ്ഞ പോലെ ദൈവത്തിന്റെ സ്വസ്ഥത കെട്ടിരിക്കുക. ഇന്ന് ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമാകാതിരുന്നാൽ മതി. നമ്മുടെ ഇവാൻ ആദ്യം റൂത്ത് ഓടി 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 അവസാനം അവളെ വയലിൽ ചെന്നു. അവൾ പിറക്കി അവളെ അമ്മായിമ്മയെ സഹായിക്കുക. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ അമ്മായിമ്മയ്ക്ക് ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന്. പിന്നെ 3-4 അധ്യായം മുഴുവൻ ഈ റൂത്തിനെ സഹായിക്കാനാ.
ബോസ് പണിപ്പെടുന്നു അല്ലെങ്കിൽ നവോമി പണിപ്പെടുന്നു. ബോസ് യേശുക്രിസ്തുവിന്റെ നിഴലാണ്. നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ അവൻ നിന്റെ അടുത്തോട്ട് 2 സ്റ്റെപ്പ് വരും. അവരവനെ യഹോവയെ ഞാൻ മാറാത്തവൻ, ഈ യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു, നിങ്ങൾ എന്തിലേക്ക് തിരിയുവൻ, എങ്ങനെ ഞാൻ നിങ്ങളിലേക്ക് വരാമെന്ന്. കർത്താവിന്റെ അടുത്തോട്ട് എന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ കർത്താവിനെ വിടത്തില്ല. കർത്താവിന് നിന്നെ കിട്ടണം, കർത്താവിന് എന്നെ കിട്ടണം. അല്ലെങ്കിൽ കർത്താവിന് നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവ് വിടത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ കർത്താവിന് രൂത്തിനെ കിട്ടി, അല്ലെങ്കിൽ അവളിങ്ങനെ ഓടി വന്ന് കർത്താവിന്റെ അടുത്ത് വന്നു, കർത്താവിന് രൂത്തിനെ കിട്ടി. ഇനി കർത്താവ് നിന്നെ വിടത്തില്ല. നമ്മൾ വിടാതിരുന്നാ മതി കർത്താവിന്. കർത്താവ് നിന്നെ വിടത്തില്ല. റമാന സമുദ്രന്റെ ആടുകളെ ഞാൻ വിശാലയിൽ ഏൽപ്പിക്കത്തില്ല, എനിക്കുള്ളതിനെ ഞാൻ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഇവള് വന്നു, വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ. യേശുവിന്റെ വംശാവലി പേരായി. നമ്മൾ ചോദിക്കും, രൂത്ത് നീ എന്തിനാ ഓടിയത്? എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ ഓടിയത്. എനിക്ക് ഒന്നേ ഉള്ളൂ, എനിക്ക് അമ്മായിമ്മയെ തനിയെ വിടാനില്ല. ഒന്നില്ല സ്വോത്രം. പക്ഷെ എനിക്ക് ഒന്നറിയാം, എന്റെ ദേശം മരണത്തിന്റെ നാറ്റമുള്ള ദേശമാണ്. അല്ലെങ്കിൽ സ്വോത്രം വിമാന സമുദ്രം 3 പുരുഷന്മാരെയും കൊണ്ട് എന്റെ അമ്മായിമ്മ വന്ന ഇവിടെ 3 പേരും മരിച്ചുപോയി. അല്ലെങ്കിൽ അമ്മ എനിക്കൊന്ന് മനസ്സിലായത് മരണത്തിന്റെ ഗന്ധമുള്ള ദേശം. അല്ലെങ്കിൽ ഞാൻ ഈ മരണം വിട്ട് ഓടുക, ഞാൻ മരണം വിട്ട് ജീവനിലേക്ക് ഓടുക. പിശാചിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന്. അല്ലെങ്കിൽ അവിടെ പത്രോസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 26:18, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനം അതിന് മുമ്പില് അല്ലെങ്കിൽ അവർക്ക് പാപമോചനം എന്നിലുള്ള വിശ്വാസത്തെ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശം ലഭിക്കേണ്ടതിന് നീ അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാനിപ്പോ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിയണം. സാത്താന്റെ അധികാരത്തിൽ നിന്ന് കർത്താവിലേക്ക് തിരിയണം. നമ്മൾ മറ്റുള്ളവരെയും തിരിക്കണം. അല്ലെങ്കിൽ അവരെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് യേശുവിലേക്ക് തിരിക്കണം. അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്നിട്ട് അവർക്ക് വിശുദ്ധന്മാരുടെ അവകാശം അവർക്ക് കിട്ടണം. അല്ലെങ്കിൽ അതിനുവേണ്ടി കർത്താവ് അയച്ചത്. അതുകൊണ്ട് ഒരു നവോമി അവിടെ ചെന്നതുകൊണ്ട് ഒരു രൂത്തിനെ രക്ഷപ്പെടുത്താൻ ഇടയായി. രൂത്തിന്റെ പേരിൽ ഒരു പുസ്തകവും വന്നു. സമുദ്രത്തിന്റെ പേരിൽ യേശുവിനെ പിൻപറ്റിയാൽ അവൻ നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. നീ ഒളിച്ചു പെറുക്കാൻ തുടങ്ങിയാൽ നിന്നെ അവൻ സമുദ്രം നിനക്ക് മാന്യത തരും. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. രൂത്തിനെ ദൈവം മാനിച്ചു. അല്ലെങ്കിൽ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ പേരിൽ നമ്മളെ ഈ ഭൂമി ആക്കിനൊരു ഉദ്ദേശമുണ്ട്. കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യണം. പണിയാൻ തുടങ്ങും പിശാച് എഴുന്നേറ്റ് വരും. സാരമില്ല, അവിടെ യുദ്ധം കർത്താവ് ജയിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തേക്ക് നോക്കാൻ നീ തന്നിരിക്കുന്ന അവസരത്തിനാണ് സ്തോത്രപ്പാ. റബാന സ്നേഹമ്യ പണിയാൻ തുടങ്ങി. അവർ കൂട്ടം പണിയാൻ തുടങ്ങിയപ്പോ തോബിയ സൽബലത്ത് എഴുന്നേറ്റ്. എന്നാൽ വെല്ലുവിളികളുടെ മുമ്പില് മതിൽ പണിയാനും 2 കൂട്ടമായിട്ട് നിന്നാ മതിലുമേലെ യാഗം കഴിക്കാനും പ്രാർത്ഥിക്കാനും ദൈവരെ സഹായിച്ചു. കുറുക്കം കയറിയ മതിൽ വീഴുമെന്ന് വെല്ലുവിളിച്ചെടുത്ത് റബാന സൗന്ദര്യ ഉറപ്പുള്ള മതില് കർത്താവിന് പണിയിടയായി. കർത്താവ് ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പല വെല്ലുവിളികളുണ്ട്. എന്നാൽ അവിടെയെല്ലാം കർത്താവ് നീ ഞങ്ങളെ വിജയത്തിന്റെ കൊടി മാറിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് രവാന സമുദ്ര കർത്താവ് ലൈനിലായിട്ട് എല്ലാ മക്കളെ സഹായിക്കണം. ആരെങ്കിലും ക്ഷീണിച്ച് തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ബലപ്പെടുത്തണമെന്ന് വെച്ചാൽ മുന്നോട്ടുള്ള കൃപ കൊടുക്കണം. അപ്പച്ച സൊല്യൂഷൻ കരങ്ങളിൽ തരുന്ന പ്രാർത്ഥന നാമത്തിൽ തന്നെ. ആമേൻ.